പ്രിയമുള്ളവര് ഈത്തപ്പന മടലുകൾ കൊണ്ട് കൊട്ടിച്ചാടിയ ഈത്തപ്പന ഓലകൾ കൊണ്ട് മേൽക്കൂര പണിത വെറും മണലിൽ കിടന്നിറങ്ങിയ മുത്തുനബിയില്ലേ ഇത് പ്രസംഗിക്കാനല്ലേ എനിക്ക് കഴിയോ? എന്റെ വീടെന്റെ പ്രിയപ്പെട്ടവരെ ബഹുനില കെട്ടിടമല്ലേ? നിങ്ങളുടെ വീടുകൾ ബഹുനില കെട്ടിടങ്ങളല്ലേ? നമ്മുടെ നേതാവ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടപ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ചെറ്റക്കൂര, ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയുണ്ടല്ലോ, ദാരിദ്ര്യത്തിന്റെ കൈപ്പിടിയിൽ മാത്രം കുടിച്ചിരുന്ന ആയിഷാ ബീവി പറഞ്ഞിരുന്നെന്നറിയോ? എന്റെ പ്രവാചകന്റെ കഷ്ടപ്പാട്, എന്റെ പ്രവാചകന്റെ ബുദ്ധിമുട്ടുകളോ ലോകത്തൊരു സഹാബത്തിന് വന്നിട്ടില്ല, ലോകത്തൊരു പ്രവാചകന് വന്നിട്ടില്ല, ലോകത്തൊരു മുസ്ലിമിന് വന്നിട്ടില്ല. അങ്ങനെയുള്ള പ്രവാചകന് സന്തുഷ്ട ഭവനമാകാ, നമ്മുടെ ഭവനങ്ങൾ സന്തോഷത്തിന്റെ ഭവനമാകാ. ആദ്യമായിട്ട് പറഞ്ഞിരുന്നെന്നറിയോ? എന്റെ സഹോദരങ്ങള് 8 കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ. നിങ്ങളുടെ ഭവനങ്ങളെ ശ്മശാനമാക്കല്ലേ, നിങ്ങളുടെ വീടുകളെ ശ്മശാന തുല്യമാക്കല്ലേ, നിങ്ങളുടെ ഭവനങ്ങള് മക്ബറകളാക്കല്ലേ, മക്ബറകളാകല്ലേ. ഇത് പറയുമ്പോൾ എന്റെ സഹോദരങ്ങള്, കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്തെ പാവപ്പെട്ട ആദിവാസി കുടുംബത്തില് പാവപ്പെട്ട ഒരു പിതാവ് മരണപ്പെട്ടപ്പോ, പാവപ്പെട്ട ഒരു മാതാവ് മരണപ്പെട്ടപ്പോ 1 സെന്റ് ഭൂമിയില്ല. തന്റെ പ്രിയപ്പെട്ട പിതാവിനെയും നടക്കാൻ 1 സെന്റ് ഭൂമിയില്ലാത്തതിന്റെ പേരിൽ അടുക്കളയിൽ കുഴിയെടുത്തിട്ട് അതിനകത്ത് കുഴിച്ചിട്ട കഥ പറയുമ്പോൾ എന്റെ സഹോദരങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നമ്മുടെ വീട്ടിനകത്താരെയും അടക്കല്ലെന്നല്ല, നമ്മുടെ വീട്ടിനകത്താരെയും അടക്കല്ലേ, നമ്മുടെ വീട് ശ്മശാനമാക്കല്ലേ എന്നല്ല പ്രവാചകം പറഞ്ഞത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീട് ശ്മശാന തുല്യമാക്കല്ലേ എന്ന് പറഞ്ഞ എന്റെ സഹോദരങ്ങള്, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഓതാത്ത വീടുകളായി നമ്മുടെ വീടുകൾ മാറാ പാടില്ല. അള്ളാന്റെ റസൂലിന്റെ പേരുള്ള സ്വലാത്ത് ചെല്ലാത്ത വീടായി നമ്മുടെ വീട് മാറാ പാടില്ല. എവിടെ മഗ്‌രിബിന്റെ സമയം കഴിയുമ്പോ പ്രവാചകന്റെ പേരിൽ തോരാതെ നാവിൽ നിന്ന് സ്വലാത്തിന്റെ മനോഹരമായ സ്വലാത്തിന്റെ സുന്ദരമായ ഓരോ നാളങ്ങൾ വന്നിരുന്ന വീടുകളെ ഇന്ന് സ്വലാത്ത് ചെല്ലുന്ന വീടില്ല, ഇന്ന് ഖുർആൻ ഓതുന്ന വീടില്ല, ഇന്ന് ദിക്ർ ചെല്ലുന്ന വീടില്ലല്ലോ. ഇന്ന് മഗ്‌രിബ് വന്ന സമയമായ എന്റെ പെങ്ങന്മാരുടെ ജോലി എന്തെന്നറിയോ? പട്ടിസാരിയുടെ മുമ്പിൽ പെട്ട് കിടക്കുന്ന പിന്നവകാലഘട്ടത്തിന്റെ മുസ്ലിം പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയും, നിന്റെ സന്തോഷത്തിന്റെ ഭവനമാകാ, ആനന്ദത്തിന്റെ ഭവനമാകാ, നിർവൃതിയുടെ ഭവനമാകാ, സന്തുഷ്ട ഭവനമാകാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? നിന്റെ വീട് ഖുർആൻ ഓതുന്ന വീടാകട്ടെ, നിന്റെ വീട് സ്വലാത്ത് ചെല്ലുന്ന വീടാകട്ടെ, നിന്റെ ഭവനം അല്ലാഹുവിന്റെ പേരുള്ള ദിക്ർ ചെല്ലുന്ന വീടാകട്ടെ. നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സ്വന്തമായിട്ട് കബർ കുഴിച്ചിട്ടോ, സ്വന്തമായി കബർ കുഴിച്ചോ, സ്വന്തം കരങ്ങൾ കൊണ്ട് കബർ കുഴിച്ചിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട്, അല്ലാഹുവേ നാളെ ഞാൻ വന്ന് കിടക്കേണ്ട വീടല്ലേ ഇത്, നാളെ ഞാൻ വന്ന് കിടക്കേണ്ട ഭവനമല്ലേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് 6000 ഖത്തം തീർത്തത് ഒരു പ്രവാചകനില്ല, ഒരു സഹാബിയല്ല, ഒരാളല്ല. എന്റെ സഹോദരിമാര് സ്വന്തമായി കബർ കുത്തിയിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിരുന്നു 6000 ഖത്തം തീർത്തത് എന്റെ പ്രിയമുള്ളവരെ, മിസ്രിന്റെ തമ്പുരാട്ടിയെ സ്വന്തമായിട്ട് കബർ കുഴിച്ചിട്ട് കബറിനകത്ത് ഇറങ്ങിയിരുന്നു 6000 ഖത്തം തീർട്ടെങ്കിലോ. രമ്പായത്തുള്ള പെങ്ങളോട് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കുകയാ, 6000 ഖത്തമോടണ്ട, 6000 ഖത്തമോടണ്ട. 6 പേപ്പർ ഓതിയിട്ടുണ്ടോ? 6 പേപ്പർ ഓതിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓടാനുള്ളതല്ലേ? അത് തുറന്നു പോകാ, അതൊന്ന് വായിക്കാ, അതൊന്ന് പഠിക്കാ, അതൊന്ന് പ്രചരിപ്പിക്കാ, ആശയമൊന്ന് മനസ്സിലാക്കാ. നബിതങ്ങളുടെ പേരിലൊന്ന് സ്വലാത്ത് ചൊല്ലാ. ഇന്ന് മടി കാണിക്കുന്ന മുസ്ലിം ഭവനങ്ങളോ എങ്ങനെ സന്തുഷ്ട ഭവനമാവുക, എങ്ങനെ ആനന്ദത്തിന്റെ ഭവനമാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമതാകട്ടെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളുടെ വീടുകളെ ശ്മശാന തുല്യമാക്കല്ലേ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാത്ത വീടാക്കല്ലേ. ഖുർആൻ ഓതുന്ന വീടാക്കണം. നിങ്ങൾ നോക്ക്, ഹൈന്ദവ സഹോദരങ്ങളെ കണ്ടുപഠിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഞാൻ ആക്ഷേപിക്കൊന്നുമല്ല, മുസ്ലിം സമൂഹത്തിനെ ആക്ഷേപിക്കൊന്നുമല്ല. എന്റെ സഹോദരങ്ങളെ, ഹൈന്ദവ സഹോദരങ്ങൾ മഗ്‌രിബിന്റെ സമയം കഴിയുമ്പോൾ അവർക്ക് മഗ്‌രിബൊന്നുമില്ല, എങ്കിലും ആ ഒരു ടൈം എത്തുമ്പോൾ അവര് കുളിച്ച് സുന്ദരമായിട്ട് അവര് സാരിയൊക്കെ ഉടുത്തിട്ട് ചമ്മന കുറുകത്തിട്ട് അവര് നേരെ പോയി ക്ഷേത്രത്തിൽ ചെന്ന് പൂജാരിയുടെ മുമ്പിൽ നേരെ ചേർപ്പിച്ചുകൊണ്ട്
പ്രാർത്ഥിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. ഓം സദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ. ഓം സദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ. അവർ പ്രാർത്ഥിക്കും അസത്യത്തിനും സത്യത്തിലേക്ക്, അധർമ്മത്തിനും ധർമ്മത്തിലേക്ക്, അനീതിയിലും നീതിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണേ ഈശ്വര. അവർ പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കും. അവർക്ക് സൺഡേ സ്കൂൾ ഉണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവര് ക്രിസ്ത്യാനികൾ ചർച്ചിൽ പോയിട്ട് അവര് പോയി അവരുടെ വികാരി അച്ഛന്റെ മുമ്പിൽ അവര് എല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസരിച്ചുകൊണ്ട് അവര് കുരിശുമാല അണിഞ്ഞുകൊണ്ട് അവരും പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിലോ നമ്മളെ വീടൊന്ന് പരിശോധിച്ചു നോക്ക്. നമ്മുടെ ഭവനത്തിൽ ചെന്നാൽ സഹോദരിമാരെല്ലാവരും സീരിയലിന്റെ മുമ്പിലാണ്. അതൊഴിച്ചു ബാക്കി ഉസ്താദ് 4 പെണ്ണുങ്ങളല്ലേ ഇപ്പൊ കെട്ടിക്കുന്നല്ലേ? 4 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളെ കെട്ടിക്കാൻ അവർക്ക് ആവശ്യമായ സ്വർണ്ണമൊക്കെ ഞങ്ങൾ തന്നേക്കാം. പക്ഷെ എന്ത് വേണോ ഞങ്ങൾ തന്നേക്കാം. പക്ഷെ സീരിയൽ കാണലെന്ന് മാത്രം ഞങ്ങളോട് പറയില്ല. അത് മാത്രം അവർക്ക് ഇഷ്ടപ്പെടില്ല. കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെട്ടൊരു സ്ഥലമുണ്ട്. സ്ഥലമൊന്നും ഞാൻ പറയില്ല. ആ സ്ഥലത്ത് വലിയ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ വലിയൊരു സ്ഥാപനം വരെയാണ്. ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ടൊരു കളക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് 2 ദിവസത്തെ വഴല് വെച്ചു. ആ വഴല് 2 ദിവസം വഴല് വെച്ചു. ആദ്യത്തെ ദിവസം ആ വഴല് പറഞ്ഞ വേദിയിൽ സഹോദരിമാരോട് വെറുതെ ഞാനൊന്ന് ചോദിച്ചു, അൽഹംദുലില്ലാ 2 ദിവസത്തെ നമ്മുടെ പരിപാടി സമാപിക്കുമ്പോ ഇവിടത്തെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉയരണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് നിങ്ങൾ സ്വർണം തരണമെന്ന് പറഞ്ഞപ്പോൾ 10 മിനിറ്റ് കൊണ്ട് അൽഹംദുലില്ലാ ഒരു 10.5 പവനോളം അവിടുത്തെ സഹോദരിമാരെത്തുന്നു. 10.5 പവനോളം ഒറ്റ ദിവസത്തെ 10 മിനിറ്റ് കൊണ്ട്. അതിനേക്കാളും ഇരട്ടി ഇവിടെ പിരിയും ഇൻഷാ അല്ലാഹ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, 10.5 പവനോളം 10 മിനിറ്റ് കൊണ്ട് തന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. പിറ്റേ ദിവസം വാഴ്ന്നു നിന്നപ്പോൾ അന്നെന്റെ സമാപന ദിവസം കൂടെയാണ്. എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം, 10 മിനിറ്റ് കൊണ്ട് 10.5 പവൻ തരണമെങ്കിൽ അവര് ചില്ലറക്കാരല്ല. അങ്ങനെ ഞാൻ പ്രസംഗത്തിന് കയറി പ്രസംഗിച്ചു. അവസാന സമയത്ത് ദുആക്ക് മുമ്പായിട്ട് സഹോദരിമാരോട് ചോദിച്ചു, നമ്മുടെ നാട്ടിൽ പോലെയൊന്നുമല്ല, അവിടെ അച്ചാറിന് പോലും ഒരെണ്ണം പോലും ചുരിദാർ ഇടുന്നതില്ല, എല്ലാം പർദ്ദയാണ്. ദീനനുസരിച്ചുള്ള ജീവിതമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ ഇടയ്ക്കൊരു സീനത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കഥ നമ്മൾ വായിച്ചു. അത് പറയാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിൽപ്പെട്ടതാണ്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ ആ വേദിയിൽ ഞാൻ ചോദിച്ചു, എന്റെ പെങ്ങന്മാരോട് ഞാൻ ചോദിക്കാൻ, അൽഹംദുലില്ലാ 10 മിനിറ്റ് കൊണ്ട് 10.5 പവൻ തന്ന നിങ്ങളോട് ഞാൻ ചോദിക്കാൻ, ഇന്നത്തെ രാത്രി നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. നാളെ മുതൽ സീരിയൽ കാണൂല എന്ന് പ്രതിജ്ഞ എടുക്കുന്നവർ ഒന്ന് വിരല് പൊക്കാൻ പറയും. നിരന്നിരിക്കുന്ന സഹോദരിമാര് 10,000-ഓളം വരുന്ന സഹോദരിമാര് നിരന്നിരിക്കാൻ. എന്റെ സഹോദരങ്ങളെ, ആ വേദിയിൽ ഞാൻ പറഞ്ഞു, ആ പ്രതിജ്ഞ എടുക്കാൻ താല്പര്യമുള്ളവർ റബ്ബിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കാൻ ഒന്ന് വിരല് പൊക്കാൻ പറഞ്ഞു. പടച്ചോനെ തൗഫീഖ് കൊണ്ട് പടച്ച തമ്പുരാനാണ് ഒരൊറ്റ കൈയും പൊങ്ങിയിട്ടില്ല, ഒരു കൈയും പൊങ്ങിയില്ല. എനിക്ക് വലിയ വിഷമമായി. ഞാൻ ചിന്തിച്ച, അല്ലാ ഈ തന്ന സ്വർണം മാറ്റി കൊടുത്തിട്ട് അങ്ങ് പോയെങ്കിൽ ഉള്ള പേര് കടന്നു, അതും പോയി. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു, ആരുമില്ലേ തരാൻ? ആരുമില്ലേ കൈപൊക്കാൻ? ആരുമില്ലേ ആ പ്രതിജ്ഞ എടുക്കാൻ എന്ന് ചോദിച്ചപ്പോ എന്റെ ഈ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഫ്രണ്ട് സഫീരുന്നൊരു 3 സഹോദരിമാര് പൊക്കണോ വേണ്ടേ, പൊക്കണോ വേണ്ടേ, പൊക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് 3 പേര് വിരൽ പൊക്കി. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ 3 പേരൊന്നും വേണ്ട, ഒന്നെങ്കിലും ഉണ്ടല്ലോ, അൽഹംദുലില്ലാ സന്തോഷമായി എന്ന് പറഞ്ഞ് അവർക്ക് ദുആ ചെയ്തപ്പോ മഹലിന്റെ കാളി വന്നിട്ട് എന്നോട് പറയാൻ, മഹലിന്റെ ഖത്തീബ് ഓടി വന്നിട്ട് എന്നോട് പറയാണ്, ഉസ്താദേ ഈ കൈപൊക്കിയ 3 താത്താമാരെ വീട്ടിലും ഇന്നുവരെ കറണ്ട് പോലും കിട്ടിയിട്ടില്ല. കറണ്ട് പോലും കിട്ടാത്ത വീടാ, പിന്നെങ്ങനെ സീരിയൽ കാണുക കറണ്ട് കിട്ടാത്ത വീട്ടിൽ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ സഹോദരിമാര് അതിന് അടിമപ്പെട്ടു പോയി. നിങ്ങൾക്കറിയോ ഇത് ആരാ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് ഖതീബ് മിമ്പറിൽ കയറുമ്പോൾ ആ മിമ്പറിൽ വിരിച്ചിട്ടിരിക്കുന്നതായ മുസല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ നിന്ന് കൊണ്ടുപോന്നിരുന്നാലും ആ മുസല്ല പാശ്ചാത്യന്റെ സമ്മാനമാണ്. എന്തുകൊണ്ടെന്നറിയോ? വിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നീ മരണപ്പെട്ടു പോയാൽ നിന്റെ ശരീരം ആ കഅബാലയത്തിലേക്കാ തിരിച്ചു വെക്കേണ്ടത്. ആ കഅബാലയത്തിന്റെ ചിത്രം കുത്തപ്പെട്ട മുസല്ല നിനക്ക് സമ്മാനിച്ചത് പാശ്ചാത്യനാണ്. എന്തുകൊണ്ടെന്നറിയോ? നീ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കഅബാലയത്തിന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് നിസ്കരിക്കണം. കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ കഅബാലയത്തിന്റെ ഫോട്ടോയിൽ ചവിട്ടിക്കൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് ആ ഫോട്ടോയിൽ ചവിട്ടി സമുദായത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്ന് എഴുതപ്പെട്ട ചെരുപ്പ് ഗവൺമെന്റ് നിരോധിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം നമ്മൾ കാണുന്നു. എന്റെ സഹോദരിമാരോട് വിനയത്തോടെ ഞാൻ പറയാണ്, സീരിയല് നമുക്ക് ചിലപ്പോൾ അൽഹംദുലില്ലാ കാണാനൊക്കെ വലിയ സന്തോഷമൊക്കെ ആയിരിക്കും. എന്നാലും മനസ്സിലാക്കിക്കോ, എന്തുകൊണ്ടാ മഗ്‌രിബിന്റെ സമയത്തിന്റെയും ഇശാഇന്റെ ഇടയിലും ഈ സീരിയൽ തന്നത്? ഈ സമയത്താണ് മുൻഗാമികളായ സഹോദരിമാര് ദിക്ർ ചൊല്ലിയിരുന്നത്. ആ സമയത്താണ് മുൻഗാമികളായ സഹോദരിമാര് സ്വലാത്ത് ചൊല്ലിയിരുന്നത്. ആ സമയത്താണ് ഖുർആൻ കൂടുതൽ ഓതിയിരുന്നത്. ആ സമയം നഷ്ടപ്പെടുത്താൻ ഈ സമുദായത്തിന്റെ പാവപ്പെട്ട പെണ്ണുങ്ങളെ, സഹോദരിമാരെ നരകത്തിലേക്ക് പറഞ്ഞേക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ ആ വിഷയം തിരിച്ചറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ ഇന്നത്തെ രാത്രി മുതൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വിരലൊന്നും പൊക്കണ്ട. വിരൽ പൊക്കാൻ ഞാൻ പറയില്ല, കാരണം ഒരു വിരലും ഉണ്ടാവൂല പൊങ്ങാൻ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പൊക്കാനൊന്നും പറയില്ല. നിങ്ങളൊക്കെ തീരുമാനമെടുത്താൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഓതുന്ന ഭവനമായി നമ്മുടെ ഭവനം മാറണം എന്ന ചില്ലറ കാര്യമൊന്നല്ല. അല്ലാഹുവിന്റെ മാലാഖമാരുടെ അനുസൂരമായ പ്രവാഹം നിന്റെ പൊന്നുമോളെ വെമ്പായപ്പം നിന്റെ വീട്ടിലോട്ട് വരുന്നരാ. നിന്റെ വീടിന്റെ ഉള്ളറകളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരിറങ്ങി വരും മോളെ. എന്തുകൊണ്ടെന്നറിയോ? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തില് ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹാബി നമസ്കാരത്തിന് വേണ്ടി വീട്ടിന് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടുകയാണ്. കൈകെട്ടുമ്പോ തന്റെ തൊട്ടടുത്തതാ തന്റെ കുതിര കെട്ടിയിരിക്കുകയാണ്. തന്റെ കുതിരയെ അടുത്ത് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ആ സഹാബി നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി തന്റെ 1 വയസ്സുള്ള പൊന്നുമോ തന്റെ അടുത്ത് നിന്ന് കളിക്കുകയാണ്. കൈയൊന്ന് കെട്ടിയപ്പോ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ ഓതി. എന്നിട്ട് സൂറത്തുൽ ബഖറ ഓതാ തുടങ്ങിയപ്പോ ഇതാ കുതിരയ്ക്ക് വെപ്രാളം വരികയാ. കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ സന്ദർഭത്തിലോ ഈ സഹാബിയുടെ ശബ്ദം തിരിഞ്ഞുപോയി. ആ സഹാബി വിശുദ്ധ ഖുർആൻ ഓടുമ്പോ കുതിര അതാ വെപ്രാളപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്റെ സഹോദരങ്ങളെ, എന്താ സംഭവിച്ചതെന്നറിയോ? എന്റെ കുട്ടിയെ ഒട്ടാ കുതിരയെങ്ങാനെ ചവിട്ടിക്കൊല്ലുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ സഹാബി നിസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചു. എന്നിട്ട് നോക്കിയപ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? കുതിര എന്താ വെപ്രാളപ്പെട്ടതെന്ന് ശല്യം കാണിച്ചിരുന്നു. കുഴപ്പമുണ്ടാക്കിയതെന്നറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോട് ആ സഹാബി കുതിരയിലേക്ക് നോക്കുമ്പോ കുതിര ആകാശത്തിലോട്ട് കണ്ണെന്ന് നിൽക്കുകയാണ്. നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഒരു വിളക്കുമാടം ഇതാ ആകാശത്തിന് മേഘക്കീഴിലൂടെ കയറി പോവുകയാണ്. അതിലേക്ക് നോക്കി നിന്ന സഹാബിക്ക് കാണാൻ കഴിഞ്ഞത് അത് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കയറി പോവുകയാണ്. ഈ വിവരം കണ്ടപ്പോ എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വന്നു. ആ സഹാബി എന്താ ചെയ്തതെന്നറിയോ? ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയിട്ട് സൂറത്തുൽ ബഖറ എന്ന് ഓതിയപ്പോ എന്റെ പൊന്നുമോൻ അടുത്ത് നിന്ന് കളിക്കുകയായിരുന്നു. അടുത്ത് കെട്ടി നിർത്തിയിരുന്നതായ കുതിര വെപ്രാളം കാണിച്ചുകൊണ്ട് എന്റെ പൊന്നുമോനെ ചവിട്ടിക്കൊല്ലുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് സലാം വീട്ടി നോക്കുമ്പോ മേഘപ്പാളികളുടെ ഇടയിലൂടെ ഒരു വിളക്കുമാടം കയറി പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരി തൂകിക്കൊണ്ട് ആ സഹാബിയോട് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നുമോനെ, നീ ഖുർആൻ ഓതുന്നത് അവസാനിപ്പിക്കാതിരുന്നെങ്കിലോ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നെങ്കിലോ ഈ വിളക്കുമാടം നിന്റെ ഭവനത്തിൽ വന്ന് പതിക്കുമായിരുന്നു. വിളക്കുമാടം എന്തെന്നറിയോ? അൽ മലായികത്തുർ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാരാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ കടന്നു വരുന്നത് ആ സഹാബിയുടെ ഭവനത്തിലല്ലേ? സീരിയൽ കാണുന്ന പെങ്ങളെ, നിന്റെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കില്ല. പൊന്നുമോള്, നീ വിശുദ്ധ ഖുർആനും ഓതുമോള്, പ്രവാചകന്റെ പേരുള്ള സ്വലാത്ത് ചൊല്ലിക്കോ, അല്ലാഹുവിന്റെ പേരുള്ള ദിക്റുകൾ ചൊല്ലിക്കോ. അങ്ങനെ വീട്ടിലോട്ടൊന്ന് കടന്നു ചെല്ലുമ്പോൾ, വീട്ടിലോട്ട് കടന്നു പോകുന്ന സന്ദർഭത്തിൽ വീട്ടിലോട്ട് കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ചൊല്ലിയിട്ട് വലത് കാലെടുത്ത് വീട്ടിലേക്ക് വെച്ച് കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നീ ബിസ്മി ചൊല്ലിയിട്ട് വെള്ളം കുടിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ശൈത്താൻ തന്റെ കുട്ടി ശൈത്താന്മാരെ വിളിച്ചിട്ട്, അനുയായികളെ വിളിച്ചിട്ട് പറയുമത്രേ, ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഫുഡും ഇല്ല, അക്കോമഡേഷനും ഇല്ല. ആരോടാ പറയുന്നത്? കുട്ടി ശൈത്താന്മാരോട്. വലിയ ശൈത്താൻ പറയും, ഏത് വീട്ടിലാണ്? പുറത്തു നിന്ന് അകത്തോട്ട് കയറുമ്പോ ബിസ്മി ചൊല്ലിക്കിട്ട് അകത്ത് കയറുന്ന ഒരു പെങ്ങള് വെള്ളം കുടിക്കാൻ നേരത്ത് ബിസ്മി ചൊല്ലിക്കിട്ട് വെള്ളം കുടിക്കുമ്പോൾ ശൈത്താൻ തന്റെ അനുയായികളോട് പറയുമത്രേ, ലാ മബീത ലക്കും വലാ അശാ, നിങ്ങൾക്ക് ഫുഡും ഇല്ല, അക്കോമഡേഷനും ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്തുകൊണ്ടാണ്?
അവൻ ബിസ്മി ചൊല്ലി വെള്ളം കുടിച്ചതിന്റെ പേരിൽ അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് ശൈത്താൻ വെള്ളം കുടിക്കൂല. പേടിയാണ്. ബിസ്മി ചൊല്ലി വീട്ടിലോട്ട് കാല് വെച്ചാൽ ആ വീട്ടിൽ അന്ന് ശൈത്താൻ കിടക്കൂല. എത്ര പേരങ്ങനെ ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒന്നൊഴിവാക്കിയാൽ, കയറിയപ്പോ ബിസ്മി ചൊല്ലി കയറി, പക്ഷെ വെള്ളം കുടിച്ചപ്പോൾ ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ ശൈത്താൻ അനുയായികളോട് പറയും, അനുയായികളോട് പറയും, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ ഇല്ല, പക്ഷെ ഫുഡ് ഉണ്ട്. കുഴപ്പമില്ല. കാരണം എന്താണ്? അവൻ ബിസ്മി ചൊല്ലിയിട്ട് കുടിച്ചില്ല, കയറിയപ്പോ ബിസ്മി ഇല്ല, അതുകൊണ്ട് ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റൂല. എങ്കിലും ഭക്ഷണത്തിന്റെ സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ചു പോക്കിയോ, കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ശൈത്താനെ നമ്മളെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരേ ഒരു മരുന്നെന്താണ്? ശൈത്താനെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞത്, നബിതങ്ങൾ പറഞ്ഞു, ഒരു വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടണമെങ്കിൽ ഖുർആൻ, ആ വീട്ടിൽ വിശുദ്ധ ഖുർആൻ ഓതണം. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ഭവന സന്തോഷത്തിന്റെ ഭവനമാകണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ ഖുർആൻ ഓതണം. നമ്മളെല്ലാവരും ഇന്ന് ഖുർആൻ എന്താ ചെയ്യുക? അത് ടിവിയുടെ മുകളിൽ വെച്ചിട്ട് വലിയ മഹത്വത്തോടെ നമ്മളൊക്കെ കാണുന്ന ഈ തട്ട ഉണ്ടല്ലോ, അതിട്ട് ടി വി മൂടിയിട്ട് അതിന്റെ പുറത്ത് ഖുർആൻ വെച്ചിരിക്കാൻ ഒരു കൗതുക വസ്തുവാക്കിയിട്ട് ഖുർആനെ മാറ്റിയിരിക്കുന്നു. ഖുർആൻ എടുക്കൂല. ഇന്നത്തെ പെങ്ങമ്മയുടെ ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ, ആരെങ്കിലും മരിച്ചിട്ട് വീട്ടിൽ ഖുർആൻ ഓതാൻ മുത്തഅല്ലിമീങ്ങളെ വിളിച്ചോണ്ട് വരുമ്പോൾ ഖുർആൻ എവിടെയെന്ന് ചോദിച്ചാൽ ഹദ്ദാദിന്റെ കിതാബ് എടുത്തോണ്ട് വരും. ഖുർആൻ അറിയില്ല. ഹദ്ദാദിന്റെ കിതാബ് എടുക്കാൻ പറഞ്ഞാൽ മൗലവി കിതാബ് എടുത്തോണ്ട് വരും. ഏതാണെന്ന് ഇപ്പോഴത്തെ സഹോദരിമാർക്ക് അറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയാൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാത്ത വീട് ശ്മശാനത്തിന് തുല്യമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട് ഖുർആൻ ഓതുന്ന വീടാകണം. വിശാലമായിട്ട് പറയാൻ സമയമില്ല. ഇനി 7 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. രണ്ടാമതായിട്ട് എന്റെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. രണ്ടാമതായി ഓരോന്നും അടിവരയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിപ്പോ. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ആ ഭവനത്തിൽ സന്തുഷ്ട ഭവനമാകണമെങ്കിൽ, എല്ലാവരോടും സന്തോഷത്തോടെ നമുക്ക് അതിനകത്ത് കഴിയണമെങ്കിൽ ഖുർആൻ ഓതണം. ഒരു ദിവസം 1 പേജ് ഖുർആൻ ഓതിയ എന്താ എന്റെ സഹോദരിമാരെ? 1 പേജ് ഖുർആൻ ഓതിയാൽ നമുക്ക് എന്താ നഷ്ടമാവുക? ഒന്നുമില്ലല്ലോ. എത്രയോ സഹോദരിമാരാണ് അൽഹംദുലില്ലാ ഖത്തം ഓതിയിട്ട്. ഇന്നൊരു സഹോദരൻ, ആ സഹോദരനെ പറ്റിയിട്ട് എന്നോട് വേറൊരു സഹോദരൻ പറഞ്ഞു, അദ്ദേഹം പ്രവാചകനെ സ്വപ്നം കണ്ടു എന്ന്. ഞാൻ ചിരിച്ചു. പ്രവാചകനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ കരുതി കളിയാക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു സഹോദരനാണ്. രാവിലെ കച്ചവടത്തിന് പോകും, വൈകുന്നേരം കടകടച്ച് വീട്ടിൽ വരും. പക്ഷെ ആ സഹോദരൻ മാസത്തിൽ ഏറ്റവും കുറഞ്ഞ 3 ഖത്തം തീർക്കും. റമളാനിലല്ല, ഈ കച്ചവടം നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ കോപ്പികൾ മറിച്ചിട്ട്, ആ ഖുർആനിന്റെ ഓരോ പേജ് മറിച്ചിട്ട് ഖുർആൻ ഓതി. ആ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടായപ്പോൾ പള്ളിയിലെ ഖതീബല്ല, പള്ളിയിലെ മുഅദ്ദിനല്ല, പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, ഹാജിയല്ല സ്വപ്നം കണ്ടത്. സൂപ്പർ മാർക്കറ്റില് എന്റെ പ്രിയപ്പെട്ടവരെ അരിയും പച്ചമുളകും തൂക്കി കൊടുക്കുന്ന ഒരു സഹോദരന് പ്രവാചകന് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഖുർആനുമായിട്ട് അതിന് ബന്ധമുണ്ടായി? ഇന്ന് നമുക്ക് ഖുർആനുമായിട്ട് എന്ത് ബന്ധമായി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവുക? ആ ഭാഗത്തെ പറ്റിയിട്ട് പറഞ്ഞാൽ വിശാലമായിട്ട് പറയണം, നമ്മുടെ വിഷയം അവസാനിക്കൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒന്നാമതായിട്ട് വേണ്ടത് നമ്മുടെ ഭവനം വിശുദ്ധ ഖുർആൻ ഓതുന്ന സ്വലാത്ത് ചെല്ലുന്ന ഭവനമാക്കി നമ്മൾ മാറുക. രണ്ടാമതായി നമ്മുടെ ഭവനം സന്തുഷ്ട ഭവനമാകാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് രണ്ടാമതായി അൽ മർഅതു സ്വാലിഹാ, അൽ മർഅതു സ്വാലിഹാ. ആ വീടിന്റെ കുടുംബിനി ഉണ്ടല്ലോ, കുടുംബിനി, അവള് സന്തോഷത്തോടെ സ്വാലിഹത്തായ ഒരു പെണ്ണായാല് മാത്രമാണ് ഭവനം സന്തോഷ ഭവനമാവുക. എന്റെ പ്രിയമുള്ളവര്, നമ്മുടെ ഭവന സന്തോഷത്തിന്റെ ഭവനമാകണോ? ആ ഭവനം എന്താകണം? ആ സന്തോഷത്തിന്റെ ഭവനമാകണമെങ്കിലോ അവിടുത്തെ ഭാര്യ സ്വാലിഹത്താകണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യ സ്വാലിഹത്താകണം, സ്വാലിഹത്താകണം. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നിസ്കരിക്കുന്ന പെണ്ണെന്നല്ല. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോയ പെണ്ണെന്നല്ല, ഉംറ നിർവഹിച്ച പെണ്ണെന്നല്ല. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ തന്റെ ഭർത്താവിന് കൊടുക്കാനുള്ളതെന്തോ അത് ഭർത്താവിന് മാത്രം കൊടുക്കുന്ന പെണ്ണാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനം കൊടുക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് സ്വാലിഹത്തായ പെണ്ണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വാലിഹത്തായ പെണ്ണാണ് നമ്മുടെ ഭാര്യയെങ്കിലും വീട് സന്തുഷ്ട ഭവനമാകും. ഇന്ന് അതിന്റെ കുറവല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ഹാജിറ റളിയല്ലാഹു
നിങ്ങളോട് ഞാൻ ചോദിക്കാൻ, ഏറ്റവും നല്ല കുടുംബ ജീവിതം നയിച്ചവരാരാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷം തോറും നമ്മൾ ഒരു ചെറിയ കുടുംബത്തിനെ സ്മരിക്കുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പിതാവും ഹാജറ എന്ന് പറയുന്ന ഒരു മാതാവും ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനും അടങ്ങുന്ന ആ 3 പേരടങ്ങുന്ന ഒരു ചെറിയ ഭവനം, ഒരു ചെറിയ കുടുംബം. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ വർഷം തോറും നമ്മൾ സ്മരിക്കാൻ ബലിപെരുന്നാളിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ്? ഭാര്യ സ്വാലിഹത്തായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ജലരഹിതമായ ഫലരഹിതമായ ആ മണലാരുണ്യത്തിൽ കൊണ്ടുവന്നിട്ട് പ്രസവിച്ച കുട്ടിയെയും ആ ഭാര്യയും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഒന്നും മിണ്ടാതെ പോവാൻ, ഇന്ന് ഗൾഫിൽ പോകുന്നവരോട് പോലും എത്രയോ കരഞ്ഞ് ആഴ്ചകളോളം കരഞ്ഞ് ആ ദമ്പതികൾ വല്ലാതെ വേദനിച്ചാണ് യാത്ര പറയുക. ഇത് ആരെ സഹായിക്കാനില്ല, ജനങ്ങളുടെ അതിവിദൂര സാധ്യത പോലും ഇല്ലാത്ത ജനരഹിതമായ ഫലരഹിതമായ ആ മണലാരുണ്യത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് ഭർത്താവ് തിരിഞ്ഞു നടക്കുമ്പോൾ ഭാര്യ ചിന്തിക്കുകയാണ്, അള്ളാഹു ഇതെന്തു പറ്റി? ഒന്നും പറയാതെ കൊണ്ടുവന്നാക്കിയിട്ട് അങ്ങ് പോവാൻ മിണ്ടുന്നില്ല. കുറെ അങ്ങ് നടന്നു പോയപ്പോ ഭാര്യ വിളിച്ചിട്ട് ചോദിച്ചു, ഇലായിന യാ സയ്യിദി, എവിടേക്കാ പോകുന്നത്? മിണ്ടുന്നില്ല ഇബ്രാഹിം നബി, മിണ്ടുന്നില്ല. ആ സമയത്ത് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, ഇത് റബ്ബിന്റെ കൽപ്പനയാണോ? ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, ബല, അതെ അള്ളാന്റെ കൽപ്പനയാണ്. ആ സമയത്ത് ആ ഭാര്യ പറഞ്ഞത് എന്തെന്നറിയോ? നമ്മുടെ ഭാര്യമാരെ ആ ഭാര്യയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. അമേരിക്ക കണ്ടുപിടിച്ചാരാ സദീർ ഉസ്താദേ? കേരളത്തിൽ എത്ര സംഘടന ഉണ്ടെന്ന് ചോദിച്ചാൽ സബീർ മൗലവി വീട്ടിൽ പോയി നോക്കിയത്. എല്ലാത്തിന്റെയും പ്രസിഡന്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ജോയിന്റ് സെക്രട്ടറി ട്രഷററോ ആയിരിക്കും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മളെ ഈ ഫോക്കനല്ല ഫോക്ക് ഇവിടെ പോയി ഷബീർ ഉസ്താദ്. എന്റെ സഹോദരങ്ങളെ, അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ്? ആരെന്ന് പറയും? മുഹമ്മദ് നബി. കൊളംബസ്. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണ്. ഒരു രസകരമായ ഒരു കാര്യം, ഇത് ബുഖാരിയിലുണ്ടെന്നൊന്നും ചോദിക്കരുത്. ഞാൻ പറയുന്നു, ഈ കൊളംബസ് അന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അമേരിക്ക കണ്ടുപിടിക്കൂല. സംശയം ഉണ്ടാകുന്നത് കണ്ടുപിടിക്കില്ല. എന്തുകൊണ്ടാണ്? കൊളംബസ് നടന്നു പോയപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ചു എന്നാണ് ചരിത്രം. അത് ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ നല്ലതുപോലെ അറിയാം. നമുക്ക് ഈ മീസാനും അജ്നാസൊക്കെ നമുക്കറിയാം, ചരിത്രം നമുക്ക് വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെ ഈ അമേരിക്ക കണ്ടുപിടിക്കാൻ കൊളംബസ് പോയി അമേരിക്ക കണ്ടുപിടിക്കുമ്പോ, കൊളംബസ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ രാവിലെ കുളിച്ചൊരുങ്ങി ഇയാൾ യാത്ര പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ ഭാര്യ ചോദിക്കും, എവിടേക്കാണ്? കൊളംബസ് പറയും, പോകുന്ന സ്ഥലം പറയും. രണ്ടാമത് ഭാര്യ ചോദിക്കും, ഇപ്പോഴത്തന്നെ നിങ്ങൾക്ക് പോകണോ? മൂന്നാമത് ചോദിക്കും, പോയില്ലെങ്കിൽ എന്താ പ്രശ്നം? നാലാമത് ചോദിക്കും, എപ്പോ വരും? ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോ കൊളംബസ് പറയും, പണ്ടറടങ്ങ ഞാൻ എങ്ങും പോണില്ല, മതിയായില്ല, ഞാൻ എങ്ങും പോകുന്നില്ല. കൊളംബസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല, അമേരിക്ക കണ്ടുപിടിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട മകനെയും ഭാര്യയും ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങിയപ്പോ ചോദിക്കാണ്, എവിടേക്കാണ്? മിണ്ടിയില്ല. അള്ളാന്റെ കൽപ്പനയാണോ? അതെ, തലയാട്ടി. ആ സമയത്ത് ഏറ്റവും നല്ല മഹിതമായ കുടുംബജീവിതം ലോകത്തിന് സമ്മാനിച്ചു പോയ ആ കുടുംബജീവിതത്തിന്റെ ചരിത്രമല്ലോ വർഷം തോറും സ്മരിക്കുന്നത്. ഇതിലൂടെ സുന്ദരമായി പെരുന്നാൾ ദിവസത്തിൽ പുത്തരി ചത്തുർഭൂഷകെട്ട പൊന്നുമക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക്, പള്ളികളിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ് സന്തോഷത്തോടെ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് നീ നിന്റെ ബന്ധുക്കളുടെ വീട് സന്ദർശിക്കാൻ പോകുന്ന പെരുന്നാളുണ്ടല്ലോ, ഈ പെരുന്നാൾ ആരുടെ ചരിത്രമാണ് സ്മരിക്കുന്നതെന്നറിയോ? ഇസ്മായിൽ നബിയുടെ ഇബ്രാഹിം നബിയുടെ ചര്യയാണ്, ചരിത്രമാണ് സ്മരിക്കുന്നതെങ്കിലോ ഭർത്താവിനോട് പറഞ്ഞതെന്തെന്നറിയോ? അള്ളാന്റെ കൽപ്പനയാണെന്ന് ഭർത്താവ് സമ്മതിച്ചപ്പോ ആ ഭാര്യ പറഞ്ഞത്, പാഴാക്കൂല. മക്കളുടെ ഭർത്താവെ ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, ഭയപ്പെടേണ്ട, വ്യസനിക്കണ്ട, അല്ല ഞങ്ങളെ കൈയൊഴിയൂലെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ യാത്രയാക്കിയെങ്കിലോ എന്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാ, എന്റെ
പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന മുസ്ലിം പെണ്ണ്, നിന്റെ വീട് സന്തോഷത്തിന്റെ ഭവനമാകണോ? നിന്റെ ഭർത്താവിനോട് കയറ്റ് സംസാരിക്കല്ലേ, നിന്റെ ഭർത്താവിനോട് മോശപ്പെട്ട വർത്തമാനം പറയല്ലേ, നിന്റെ ഭർത്താവിനോട് ദേഷ്യത്തോടെ സംസാരിക്കല്ലേ. എന്നാൽ നിന്റെ വീട് സന്തോഷത്തിന്റെ ഭവനമാകൂല, ആനന്ദത്തിന്റെ വീടാകൂല. അതുകൊണ്ട് റസൂലുള്ളാഹി രണ്ടാമതായി പഠിപ്പിച്ചത് ആ വീട്ടിലെ കുടുംബിനിയായ ഭാര്യ സ്വാലിഹത്തായ പെണ്ണാകണമെന്നാണ്, സ്വാലിഹത്തായ പെണ്ണാകണമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചു പോവുകയാണ്, ഈ സമുദായത്തിന്റെ പെണ്ണന്മാർക്ക് എന്താണ് പറ്റിയത്? മലപ്പുറം ജില്ല നമുക്കറിയുമല്ലോ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ലയുടെ സെന്ററല്ലേ പുത്തനത്താണി എന്ന് പറയുന്ന പ്രദേശം. എന്റെ പ്രിയപ്പെട്ടവരെ, കോട്ടയ്ക്കിനടുത്തുള്ള പ്രദേശമാണ്. എന്റെ സഹോദരങ്ങളെ, കുറ്റിപ്പുറം കഴിയുമ്പോൾ ഒരു സ്ഥലമാണ് പുത്തനത്താണി എന്ന് പറയുന്ന പ്രദേശം. ഓ, പുത്തനത്താണിയിലുള്ള ആയിഷ എന്ന് പേരുള്ള ഈ സമുദായത്തിന്റെ നാമധാരിയായ പെണ്ണുകളോ എന്താണ് ചെയ്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുകയാണ്. വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മലപ്പുറം ജില്ലക്കാരിയായ പുത്തനപ്പാടിക്കാരിയായ ആയിഷ എന്ന് പറയുന്ന പെണ്ണെന്താ ചെയ്തതെന്നറിയോ? കാമുകനുമായിട്ട് മൊബൈലിലൂടെ പരിചയപ്പെട്ടു. കാമുകനോട് പരിചയപ്പെട്ടുകൊണ്ട്, കാമുകനാണ് പിന്നെ ജീവിതത്തിന്റെ സിംഹഭാഗവും, കാമുകനോടുള്ള സ്നേഹമാണ്, കാമുകനോടുള്ള ഇഷ്ടമാണ് ഹൃദയം മുഴുവനും. അങ്ങനെ കാമുകന് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഇതറിയാതെ ഭർത്താവ് വിദേശരാജ്യത്ത് കഷ്ടപ്പെടുമ്പോൾ എന്റെ സഹോദരിമാര് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാ, ഇന്ന് പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ, ഇന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ, അല്ലാഹുവേ, ഈ സമുദായത്തിന്റെ പെണ്ണുങ്ങൾക്ക് എന്താ പറ്റിയത്? ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾക്ക് എന്താ സംഭവിച്ചു പോയത്? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ഭാര്യമാരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ പെണ്ണന്മാരെ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഹോദരിമാരെ, സഹോദരങ്ങള്, ഇന്ന് ഒളിച്ചോടുന്ന കല്യാണം കഴിയാത്ത പെണ്ണല്ല, ഇന്ന് കല്യാണം കഴിഞ്ഞ് മക്കളില്ല, മക്കളെ കെട്ടിച്ചു വിട്ടവരല്ലേ ഒളിച്ചോടി പോകുന്നത്. നാറുന്ന നൂറ് പ്രശ്നങ്ങളല്ലേ വായിച്ചെടുക്കുന്നത്. നാണം കെട്ടുപോകുന്നില്ലേ? എന്റെ പ്രിയമുള്ളവരെ, പുത്തനത്താണിക്കാരിയായ ആയിഷ എന്ന് പറയുന്ന പെണ്ണ്, ആ പെണ്ണിനെ കാമുകൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞു. കാമുകൻ പറഞ്ഞു, പെണ്ണെ ആയിഷ, നിന്നെ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, പക്ഷേ മക്കൾ എനിക്കൊരു ബാധ്യതയാണ്, മക്കളെ എനിക്ക് നോക്കാൻ പറ്റൂല എന്ന് പറയുന്നു. താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ആയിഷ എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ പുത്തനത്താണിക്കാരി പെണ്ണ്, എന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ മദ്രസയിൽ 6 വയസ്സുള്ള 4 വയസ്സുള്ള 6 വയസ്സുള്ള 8 വയസ്സുള്ള 2 പൊന്നുമക്കളെ മദ്രസയിൽ കൊണ്ടുവന്നാക്കുന്ന വഴിയിൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ചോദിച്ചു, എനിക്ക് കാമുകനോടൊപ്പമുള്ള ജീവിതമാണ് വലുതെന്ന് പറഞ്ഞിട്ട് മക്കൾ എവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത്, ഞാൻ മക്കളെ തമിഴ്നാട്ടുകാരികളായ നാടോടി പെണ്ണുങ്ങൾക്ക് വിറ്റു എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾ പരിശോധിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, കിണറിന്റെ വെള്ളത്തിന്റെ മുകളില് സ്കൂളിലേക്ക് കൊണ്ടുപോയ, മദ്രസയിൽ കൊണ്ടുപോയ ഭാഗം, അവിടത്തെ പാഠപുസ്തകങ്ങളും ചെരുപ്പും ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാര് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് പരിശോധിക്കുമ്പോൾ 6 വയസ്സുള്ള 8 വയസ്സുള്ള 2 പൊന്നുമക്കള് പരസ്പരം കെട്ടിപ്പിടിച്ച് മരിച്ച് അഴുകി കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കാമുകനോടൊപ്പം പോകാൻ വേണ്ടി സമുദായത്തിന്റെ പെങ്ങള് ചെയ്തതാണ്. ഇന്ന് മൊത്തത്തിൽ ആകെ ഒരു ചർച്ചയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾ നോക്കി, ഇന്ന് കെട്ടിയവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ കയ്യും പിടിച്ചങ്ങ് ഓടുകല്ലേ. ഇന്നിപ്പോ അതാണ് അവസ്ഥ. ഇന്ന് അടുത്ത സമയത്ത് ഞാൻ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് ഇവിടെ നിന്ന് ഒരു പെണ്ണ് ഒളിച്ചോടി പോയി. ഞാൻ ചോദിച്ചു, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? കാരണം നമുക്ക് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിച്ചു, ഏത് കോളേജിലാണ്? അവരെന്നോട് പറഞ്ഞത്, കോളേജിലോ? വെള്ളം, നല്ല കാര്യമായി പോയി. അവളെ കെട്ടിച്ച് മക്കളുണ്ട്, മക്കളെയും കെട്ടിച്ചിട്ട് ഇപ്പൊ പേരക്കുട്ടിയെ കല്യാണം നടന്നുകൊണ്ടിരിക്കാൻ അവളെ ഒളിച്ചോടി പോയത്. ഇന്നിപ്പോ അങ്ങനെ കാണുകയൊന്നും വേണ്ട, 3 ബുക്കാണുള്ളത്. ഒന്നിതാണ് സസ്യ ബുക്ക്, മാംസ ബുക്ക്, ഫേസ്ബുക്ക്. ഇന്നിപ്പോ അതിലൂടെ പരിചയപ്പെട്ടിട്ട് എല്ലാവരും ഇന്ന് ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നിപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ. കോഴിക്കോടുകാരിയായ സീനത്ത് എന്ന് പറയുന്ന പെണ്ണ് കാമുകനോടൊപ്പം ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട്, കാമുകന് ഒളിച്ചോടി പോകാൻ വരാമെന്ന് പറഞ്ഞ സമയത്ത് വരാത്തതിന്റെ പേരിൽ ദേഷ്യം അടക്കാൻ കഴിയാതെ ആ സഹോദരി ചെയ്തെന്തെന്നറിയോ?
10 വയസ്സും 12 വയസ്സുമുള്ള 2 പൊന്നുമക്കൾക്ക് 60ഓളം വരുന്ന ഉറക്ക ഗുളിക കൊടുത്തിട്ട് ഉറക്കി കിടത്തിക്കിട്ട് അവര് ക്ഷീണിതരായി തളർന്ന് ഉറങ്ങിപ്പോയപ്പോൾ അവരെ ചുരിദാറിന്റെ ഷോള് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഭാര്യ സ്വാലിഹത്തായാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുആരന്നോളിയും, അല്ലാഹു നമ്മളെ സ്വാലിഹത്തായ ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ മാറ്റട്ടെ. വളരെ പാടാണ് കിട്ടാൻ, വളരെ പാടാണ്, വളരെ പ്രയാസമാണ് സ്വാലിഹത്തായ ഭാര്യ കിട്ടാൻ. അഡ്വാൻസ് ആയിട്ട് ദുആ ചെയ്ത് വെച്ചോ. അള്ളാഹു നമുക്ക് കല്യാണം കഴിയാത്തവർക്കൊക്കെ സ്വാലിഹത്തായ ഭാര്യ കിട്ടട്ടെ. ഒരു സദസ്സിൽ ദുആരക്കാൻ ഒരു സഹോദരൻ പറഞ്ഞു, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകണം, ദുആരക്കണേ ഉസ്താദെ. ഞാൻ ദുആരുന്നു. 2ാമത്തെ കൊല്ലം അവിടെ വാളിന് പോയപ്പോഴും അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മറക്കല്ലേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ വേണ്ടി ദുആരക്കണം. അപ്പോഴും ദുആരുന്നു. 3ാം വർഷം പോയപ്പോഴും എന്നോട് ദുആരക്കാൻ പറഞ്ഞപ്പോൾ ദുആരന്നിട്ട് ഞാൻ പോകുന്ന നേരത്തെ അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഹബീബെ, നിങ്ങൾ ഭാര്യ ആശുപത്രിയൊന്നും കാണിച്ചില്ലേ? അയാൾ എന്നോട് പറയാണ്, ഉസ്താദെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ്, കല്യാണം കഴിക്കാതെ പിന്നെ സ്വാലിഹായ സന്താനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കാൻ, അത് നല്ലതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വെളുത്ത ചിറകുള്ള കാക്ക ഉണ്ടാവും, വെളുത്ത ചിറകുള്ള കാക്ക. വെളുത്ത ചിറകുള്ള കാക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇവരാണോ DKSവിന്റെ ആൾക്കാർ തന്നെ? വെളുത്ത ചിറകുള്ള കാക്ക കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ? അവന്റെ വീട്ടിലുണ്ട്. ശരി. അങ്ങനെ അവന്റെ വീട്ടിലുള്ളത് പോലെ അപൂർവമായിട്ട് എവിടെയെങ്കിലും ചിലപ്പോ കണ്ടെന്നിരിക്കാം. എവിടെയെങ്കിലും 1 2 3 ഒരു പക്ഷെ ഉണ്ടായേക്കാം വെളുത്ത ചിറകുള്ള കാക്ക. സാധാരണ ചിറകുകൾ കറുത്തായിരിക്കാം, കാക്ക തന്നെ കറുപ്പാണ്. വെളുത്ത ചിറകുള്ള കാക്ക വളരെ അപൂർവമായിട്ട് 1 2 എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. അള്ളാന്റെ റസൂല് പറയുന്നു, വെളുത്ത ചിറകുള്ള കാക്കയെ പോലെയാണ് സ്വാലിഹത്തായ പെണ്ണ്. ഉണ്ടാവൂല, ഉണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലും 1 2 ഒക്കെ കാണും, 1 2 കാണും. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്താക്കി തരട്ടെ. അതിന് നമ്മൾ നല്ലതുപോലെ ദ്വാരക്കണം. അത് പോയാൽ തീർന്നെന്റെ പ്രിയപ്പെട്ടവരെ. ഭാര്യ സ്വസ്ഥത ഇല്ലെങ്കിൽ, ഭാര്യ സമാധാനം തരുന്നില്ല എങ്കിൽ ആ ജീവിതം തകർന്ന്. അള്ളാഹു നമുക്ക് നല്ല കുടുംബം തരട്ടെ, നമ്മുടെ കുടുംബത്തേക്ക് അള്ളാഹു നല്ലതാകട്ടെ. സ്വാലിഹത്തായ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞാൻ ഒരൊറ്റ ചരിത്രം മാത്രം എന്റെ പെങ്ങന്മാരൊക്കെ പറഞ്ഞു തരികയാണ്. ഇന്ന് വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഭർത്താവിന് സമാധാനമില്ല. ആ ഭർത്താവ് വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുമ്പോൾ ആ പ്രിയപ്പെട്ട ഭർത്താവിന് സമാധാനമില്ല. നാട്ടിലുള്ള പ്രിയപ്പെട്ട ഭാര്യ വഴിവിട്ട ജീവിതമാണ് നയിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഞെട്ടലോടെ ഭർത്താവ് പറഞ്ഞ നാട്ടിൽ വന്ന് തൊരാകല്ലുകയാണ്. എത്രയോ സംഭവങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നാട്ടിൽ നിൽക്കുന്ന ഭർത്താവിന് തന്നെ ആകെ വിഷമമാണ്. നാട്ടിക്കുന്നവർക്ക് അതിന് കൂടുതൽ വിഷമം. ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ആകെ പേടിയാണ്, ഭാര്യ ഉറങ്ങിയിട്ടേ ഞാൻ വീട്ടിൽ പോകും, ഉണരും മുമ്പ് സ്ഥലം കാര്യമാക്കുകയും ചെയ്യും. ഞാൻ ചോദിച്ചത് എന്താണ്? ഗൾഫിൽ ഇരിക്കുമ്പോൾ ഒന്നും അറിയണ്ട ഉസ്താദേ, നാട്ടിൽ വരുമ്പോൾ ആകെ പേടിയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നിങ്ങൾ കാര്യം പറ. അത് കാമുകനോടൊപ്പം ഒളിച്ചോടാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ 9 പീസാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഓടയിൽ വലിച്ചെറിഞ്ഞ് ഓട്ടോയും പിടിച്ചു പോയ പെണ്ണിന്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയാണ്. അതുകൊണ്ട് അള്ളാണ് ഞാൻ കിടക്കുമ്പോൾ ഒരു 9 പ്രാവശ്യം അലാറം വെച്ചിട്ടാ കിടക്കുന്നത്. ഇവൾ എന്താ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട്. പെട്ടിയറിഞ്ഞാൽ തീർന്നില്ലേ, മക്കൾക്ക് പിന്നെ ആരാ? പേടിയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കട്ടെ. ഏറ്റവും നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യയുടെ ചരിത്രം എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാ. നമ്മുടെ ഭവന സന്തോഷത്തിന്റെ ഭവനമാകണം മോളെ, സന്തുഷ്ടത്തിന്റെ സന്തുഷ്ട ഭവനമായി നമ്മുടെ ഭവനം മാറണം. അതിന് ഏറ്റവും നല്ല മഹിതമായൊരു മാതൃക ഞാൻ പറഞ്ഞു തരട്ടെ. റസൂലുള്ളാഹിന്റെ മദീനയുണ്ടല്ലോ, ആ മദീന ശരീഫിന്റെ മദീന മുനവ്വറ, അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ലോകത്ത് ദീൻ പ്രചരിപ്പിക്കുമ്പോ ദീനിന്റെ ആസ്ഥാനമല്ലേ മദീന. ഹബീബായ നബി തങ്ങൾ കിടന്നിറങ്ങുന്ന മദീനയുണ്ടല്ലോ. ഒന്ന് കാണണ്ട മുസ്ലിം പെണ്ണ്, ഒന്ന് കാണണ്ട ചെറുപ്പക്കാരാ. കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് കൊടൈക്കനാലിൽ പോയി, മൈസൂർ പോയി, കോയമ്പത്തൂരിൽ പോയി, മദ്രാസിൽ പോയി, ഊട്ടിയിൽ പോയി, ഈ ആപ്പിലാണ്ടി പോയി, ഭീകാരാണ്ടി
വീട്ടിൽ പോയി കറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പെണ്ണ്, നിന്റെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ലക്ഷങ്ങളല്ല മോളെ പോകുന്നതോ. ലക്ഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് രോഗങ്ങളുമായിട്ട് കാലാവസ്ഥ പിടിക്കാറ് നിന്റെ ഭവനത്തിലോട്ട് നീ മടങ്ങി വരുമ്പോ സ്നേഹത്തോടെ ഞാനൊന്ന് ചോദിക്കുകയാ, കല്യാണം കഴിഞ്ഞു അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് കറങ്ങലല്ല, നമുക്ക് വേണ്ടത് നമ്മുടെ പൊന്നാന നബിതങ്ങളുടെ മദീനയൊന്ന് കാണല, റൗളാ ശരീഫൊന്ന് കാണല. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഓടിച്ചാടി കളിച്ച കഅബയുടെ 4 ഭാഗത്ത് ആ മതാഫിലൊന്ന് തവാഫ് ചെയ്യാ, മസ്അയിലും സഅയ് ചെയ്യാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സ് വെച്ചോ. എന്നിട്ട് പരിശുദ്ധമായ ഉംറയ്ക്ക് പോയാ നിനക്കും നിന്റെ ഭർത്താവിനും നഷ്ടപ്പെടുന്നത് 1 ലക്ഷം രൂപയാ. പക്ഷേ ലാഭം ഒരുപാടുണ്ട് പോലെ. അതുകൊണ്ട് വിശുദ്ധമായ മദീന ഒന്ന് കാണാൻ കൊതിച്ചോ. ഈ മദീന നഗരം എന്ന് പറയുന്ന വേദികളോ, അനുഗ്രഹീതമായ മദീന നഗറിലെ ചെറുചുറുപ്പുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച പരിപാടികള് അൽഹംദുലില്ലാ അസൂയാർഹമായ നിലയിൽ 3 പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന സുന്ദരമായ വേദികളോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് സഹോദരനോട് പറയുകയാണ്, ഈ മദീന നഗറിൽ നിന്ന് ദ്വാരമോ അല്ലാഹു ദുനിയാവിൽ നമ്മളെ മദീനയിൽ എത്തിക്കാറ് മരിപ്പിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ എത്തുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളെ മരിപ്പിക്കാതിരിക്കട്ടെ. ആ മദീന ഒന്ന് കാണണം പ്രിയപ്പെട്ടവര്. മദീന മുനവ്വറയിൽ അള്ളാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മദീന പള്ളിയിൽ നമസ്കാരത്തിന് പോകുന്ന, മദീനയിൽ ദീനിന്റെ ദഅവത്ത് നടത്തുന്ന സാത്വികനായ പരമവിശുദ്ധനായ ഒരു മഹാനുണ്ടായിരുന്ന പേരെന്തെന്നറിയോ? അല്ലാമാ ഫാറൂഖി റഹിമത്തുല്ലാഹ്. ഫാറൂഖി റഹിമഹുല്ലാഹ് ദീനിന്റെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാ. ആയിരക്കണക്കായ ജനങ്ങൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നു. ദീനിന്റെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് അബ്ബാസിയ ഭരണമാണ്. അബ്ബാസിയ ഭരണാധികാരി ഫാറൂഖിനെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലയോ ഫാറൂഖി, നിങ്ങളുടെ ദഅവത്തിന്റെ മാർഗം ഇനി വേണ്ടത് ഇവിടെയല്ല, എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഡമസ്കസിലാണ് ഇനി ദഅവത്ത് നടത്തേണ്ടത്. അങ്ങനെ ഡമസ്കസിലെ ദഅവത്ത് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കടന്നു വരികയാണ് ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടി. പക്ഷേ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ട് ഡമസ്കസിൽ പോകുമ്പോ സുബ്ഹാനല്ലാഹ് മുത്തുനബി ഉറങ്ങുന്ന മദീനയിൽ നിസ്കരിക്കാൻ പറ്റൂലല്ലോ. വല്ലാത്ത വേദനയാണ്. ആ വേദന വരുമ്പോഴും മനസ്സിന് സന്തോഷമുണ്ടോ? പ്രവാചകന് ദഅവത്ത് നടത്തിയതുപോലെ ഡമസ്കസിലെ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്. സന്തോഷത്തോടെ മഹാനായ ഫാറൂഖ് റഹിമഹുല്ലാഹ് പോകാൻ തീരുമാനിച്ചു. നേരെ വീട്ടിൽ വന്നു ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ പ്രിയപ്പെട്ട ഭാര്യ സൈനബയുടെ അടുത്തേക്ക് വിളിക്കുകയാ. സൈനബയോട് ചോദിക്കുകയാണ്, സൈനബ, അള്ളാന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡമസ്കസിൽ പോവുകയാണ്, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതാ സൈനബ പൊട്ടി കഴിയുകയാ. സൈനബയുടെ കണ്ണുനീരുട്ടുള്ളികൾ കവിൽത്തടത്തിലൂടെ ചാലിട്ട് പോവുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? ഒരു ഭർത്താവിന്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ ഭാര്യ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും അറിയോ? ഒരു ഭർത്താവിന്റെ സാമീപ്യം ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണെന്ന് സൈനബക്കുള്ളത്. ഏത് സമയമാണ് സജീർ ഉസ്താദേ? ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ അടുത്ത് വേണമെന്ന് ഭാര്യമാരെ കൊതിക്കുന്ന സമയം എപ്പോഴാണ്? മരുന്നേശു. ഒരു ഭാര്യ ഭർത്താവ് എന്റെ കൂടെ ഉണ്ടാകണമെന്ന് കൊതിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ? ഒന്നും മിണ്ടികളല്ലേ മക്കളെ, ഒന്നും മിണ്ടികളല്ലേ. എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ പറയാൻ സമയമില്ല. ഭാര്യ ഭർത്താവ് അടുത്തുണ്ടാകണമെന്ന് കൊതിക്കുന്ന ടൈമാണ് അവൾ ഗർഭിണിയായിരിക്കും. ഗർഭത്തിന്റെ ആ സമയത്ത് ഭർത്താവ് അടുത്തുണ്ടാകണമെന്ന് ഏതൊരു ഭാര്യയും കൊതിക്കും. ആ സമയത്ത് സൈനബ 4 മാസം ഗർഭിണിയാണ്. 4 മാസം ഗർഭിണിയാണ്. ഈ 4 മാസം ഗർഭിണിയായ സൈനബ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. ഫാറൂഖ് റഹിമഹുല്ലാഹ് ചെന്നിട്ട് ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, നിനക്ക് താല്പര്യമില്ലേ ഞാൻ പോകുന്നതിൽ? സൈനബ പറഞ്ഞു, പൊക്കള്ളുക, അള്ളാന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ടല്ലേ, അതിനപ്പുറം ഇനി എന്താ നമുക്കിനി കിട്ടാൻ? നിങ്ങൾ സഞ്ചരിക്കുന്ന ഓരോ ചുവട്ടരിയും സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പൊയ്ക്കോ. പെട്ടെന്ന് കേട്ടപ്പോ ഒരു വെപ്രാളം, ഒരു വിഷമമായി പോയതാണ്. ഭാര്യ ഭർത്താവിനെ യാത്രയാക്കി 100 നാണയമടങ്ങുന്ന ഒരു പണക്കിടി ഭാര്യയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കാണ് ഫാറൂഖ് റഹിമഹുല്ലാഹ്. യാത്രയായി, ഭാര്യയെ യാത്രയാക്കി.
എന്റെ പ്രിയപ്പെട്ടവരെ, ഫാറൂഖ് റഹിമഹുള്ള കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ദമസ്കസിൽ പോയി. ആ പെണ്ണ് പ്രസവിക്കുമ്പോ അവൾക്കല്ല കൊടുക്കുന്ന പ്രതിഫലത്തോട് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾക്ക് അല്ലാഹു പ്രതിഫലം തരൂല. ഏറ്റവും നല്ല ഇബാദത്താണ് അവരൊരു പ്രസവത്തിലൂടെ 1000 വർഷത്തെ ഇബാദത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ഇബാദത്തിന്റെ മുഴുവനും ഒറ്റ പ്രസവത്തിലൂടെ ഒരു പെണ്ണ് നേടിയെടുക്കാൻ ചില്ലറ കാര്യമൊന്നുമല്ല. ഈ പവർ അല്ലാഹു പെണ്ണിന് കൊടുത്തു. ആ പെണ്ണിനെ നിയന്ത്രിക്കേണ്ടത് ഭർത്താവാണ്. ആ പെണ്ണ് നിയന്ത്രിക്കേണ്ടത് ഭർത്താവാണ്, അല്ലാതെ ഭർത്താവ് നിയന്ത്രിക്കേണ്ടത് ഭാര്യയല്ല. ഒരിക്കലും ആ ഒരു സാഹചര്യം വരാൻ പാടില്ല. എന്നാൽ കുടുംബം രക്ഷപ്പെടിക്കൂല, പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടിക്കൂല. ചുരുക്കി ഞാൻ പറയാണ്, അതുകൊണ്ട് മൂന്നാമതായിട്ട് വേണ്ടത് ഉത്തരവാദിത്വം ഭർത്താവിനാണ്, കുടുംബനാഥന ഭർത്താവാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, നാലാമതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തരവാദിത്വം ഭർത്താവിനാണ്, കാര്യം ശരിയാണ്. പക്ഷേ ഏത് തീരുമാനമെടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുക, മാതാപിതാക്കളെ വിളിക്കുക, മക്കളെ വിളിക്കുക, അവരോട് മുഷാവറ നടത്തുക, പരസ്പര കൂടിയാലോചന നടത്തിയിട്ടാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. എന്ത് തീരുമാനമെടുത്താലും എന്റെ മുസ്ലിമേ, ഏത് തീരുമാനമെടുത്താലും അത് മുഷാവറ നടത്തിയിട്ട് കൂടിയാലോചന നടത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിന് ഖൈറുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അതിന് ഖൈറുണ്ടാകും. എന്റെ പ്രിയമുള്ളവരെ, പടച്ചതമ്പുര ഒരു പടപ്പിനെ പടക്കാൻ തീരുമാനിച്ചപ്പോൾ മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഞാനൊരു മനുഷ്യനായ പടപ്പിനെ പടക്കാൻ തീരുമാനിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ മലക്കുകളോട് ചോദിക്കാൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനപ്പുറം നമുക്കൊരു ഒരു തെളിവ് വേണോ? എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയവരാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാരോട് അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവരോട് നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടി നമ്മൾ മാനിക്കണം എന്നുള്ള പാഠമാണ് ഇത് നമ്മൾ ചെയ്യണം. മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ന്യായമായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അല്ലാതെ ഇന്നിപ്പോ അങ്ങനെയാണോ? ഭർത്താവ് പുറത്തുനിന്ന് കൂട്ടുകാരോടൊപ്പം തട്ടുദോശ അടിക്കും, അവൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കൂല. അവൻ കൂട്ടുകാരോടൊപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. പാവപ്പെട്ട ഭാര്യ കാത്തിരിക്കാൻ, ഭർത്താവ് ഇപ്പൊ വരും, അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ കൊതിയോടെ ഭാര്യ കാത്തിരിക്കും. പക്ഷെ ഭർത്താവ് പുറത്ത് കൂട്ടുകാരോടൊപ്പം കഴിച്ചിട്ടാ വരിക. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ കഴിക്കുന്ന സീരിയലിന്റെ മുമ്പ് ഇരുന്നിട്ടാണ്, അമ്മായിയമ്മ കഴിക്കുന്നത് പുറത്തു നിന്നിട്ടാണ്, മക്കള് കളിക്കളത്തിൽ നിന്നുകൊണ്ടാ ഭക്ഷണം കഴിക്കുക. യാതൊരു ബന്ധവും വീട്ടിലില്ല. എങ്ങനെയാ ഒരു വീട് സന്തോഷത്തിന്റെ ഭവനമാവുക? എങ്ങനെയാ ഒരു വീട് ആനന്ദത്തിന്റെ ഭവനമാവുക? അത് പാടില്ല. ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പ്രിയപ്പെട്ടവനെ, നിന്റെ ഭാര്യയുടെ ചുണ്ടിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഒരു ഭക്ഷണമുണ്ടല്ലോ, അതിന് സദഖയുടെ കൂലിയാ. പെണ്ണേ, നിന്റെ ഭർത്താവിന്റെ ചാരത്ത് പോയിരുന്ന ആ ഭർത്താവിന്റെ ചുണ്ടോട് ചേർത്തൊരു ഭക്ഷണം വെച്ചു കൊടുത്താ സദഖത്തുന ജാരിയ, അതിന് ജാരിയായ സദഖയുടെ കൂലിയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തോടൊപ്പം ഒത്തൊരുമയോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കലാണ് ഏത് കാര്യം തീരുമാനിക്കേണ്ടത്. നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, എന്ത് കാര്യം എടുത്താലും തീരുമാനം ഒരുമിച്ചെടുക്കുക, മുശാവറ നടത്തുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. നിങ്ങൾക്കറിയുമോ, മഹാനായ സൈനുൽ ആബിദീൻ തങ്ങള് ആരാണ്? സൈനുൽ ആബിദീൻ തങ്ങളെന്നറിയോ? പൊന്നാന നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകളോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമക്കളല്ലേ ഹസനും ഹുസൈനും? അതിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനാ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളോ. ഈ സൈനുൽ ആബിദീൻ തങ്ങളോ ഭക്ഷണം കഴിക്കുമ്പോ ഒപ്പാനടുത്തിരുന്ന് ഭക്ഷണം കഴിക്കും, ഭാര്യയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും, മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. ബാക്കി എല്ലാവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ പറയുന്നു എന്റെ സഹോദരങ്ങളെ, നമുക്കതല്ല, നമുക്ക് എല്ലാവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. സൈനുൽ ആബിദീൻ തങ്ങൾ ചില്ലറക്കാരനാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ അടുത്ത് വന്നിരുന്നാൽ എഴുന്നേറ്റ് മാറിപ്പോവും. സൈനുൽ ആബിദീൻ തങ്ങൾ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. എന്താ കാര്യം? ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ കാണിക്കുന്നത്? എല്ലാവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും, പക്ഷെ ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഭക്ഷണം കഴിക്കാൻ എന്റെ ഭക്ഷണപാത്രത്തിൽ എന്തെങ്കിലും സാധനം, എന്തെങ്കിലും ആഹാരം എന്റെ ഉമ്മ അത് കണ്ടിട്ട് ഉമ്മാക്ക് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി, എന്റെ ഉമ്മ ഇഷ്ടപ്പെട്ട ആ ആഹാരം
അത് ഞാൻ അറിയാതെ അത് ഞാനെടുത്ത് കഴിച്ചു പോയാൽ എന്റെ ഉമ്മ ആഗ്രഹിച്ചൊരു സാധനം ഞാൻ കഴിച്ചല്ലോ എന്ന പേരിൽ അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. എന്റെ ഉമ്മ ആഗ്രഹിച്ചൊരു സാധനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെനിക്ക് സഹിക്കൂല. അതുകൊണ്ട് ഉമ്മാരെ കൂടെ ഒന്നും ഭക്ഷണം ഞാൻ കഴിക്കൂലെന്ന് പറയും. നമ്മളാണെങ്കിലോ, നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരം ഉമ്മ എടുത്ത് തിന്നൊന്നും പറഞ്ഞാൽ നമ്മൾ കൊണ്ട് ഓടുന്നത്. നമ്മളങ്ങനെയല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ആഹാരം ഉമ്മ എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ ഇരിക്കാറില്ല. സൈനുൽ ആബിദീൻ തങ്ങള് തന്റെ പ്രിയപ്പെട്ട മാതാവ് ആഗ്രഹിച്ച ഒരു ഭക്ഷണം അത് ആ മാതാവിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് പേടിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ ഉമ്മാരെടുത്തിരുന്ന് ഭക്ഷണം കഴിക്കൂല. പക്ഷേ അദ്ദേഹത്തിന്റെ ശൈലി കുടുംബത്തോടൊപ്പം, അതാണ് ബറക്കത്തിന്റെ പ്രിയപ്പെട്ടവരെ. അമ്മായി അമ്മമാരൊരു കാര്യം ആലോചിച്ചാൽ മതി. മരുമക്കൾക്ക് ഇന്നിപ്പോ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്മായി അമ്മ പോരാൻ, നാത്തുമാരുടെ പോരാൻ. ഒരു പെണ്ണിനോട് ചോദിച്ചു ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്ന ആരാണ്? ഏറ്റവും നല്ല കുടുംബജീവിതം ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ല കുടുംബജീവിതം സന്തോഷത്തോടെ നയിച്ചവരാരാണെന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ആദമും ഹവ്വായും, വേറെ ആരുമില്ല. എന്താ കാര്യം എന്ന് വെച്ചോ പറയാ, ആദമും ഹവ്വാക്ക് നാത്തുമാരും ഇല്ല, അമ്മായിയമ്മയില്ല. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സ്വസ്ഥമായൊരു ജീവിതം. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട അമ്മായി അമ്മമാരോട്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ മരുമക്കളെ അടുത്ത് വിളിച്ചിരുത്തിക്കിട്ട് ഭക്ഷണം അവരുടെ വായിലൂടെ വെച്ചുകൊടുത്ത് സന്തോഷത്തോടെ പൊന്നുമോളെ പോലെ ആ മരുമകളെ ഒന്ന് നോക്ക്. നിങ്ങൾ നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷമേകുന്ന നിങ്ങളുടെ സ്വന്തം മകളെക്കാൾ സ്നേഹമുള്ള മകളായി നിങ്ങളുടെ മരുമക്കൾ മാറും. മരുമക്കള് ചിന്തിക്കേണ്ടത് അമ്മായി അമ്മയെ സ്വന്തം മാതാവിനെ പോലെ കണ്ടുകൊണ്ട് അവരെ വിളിച്ചടുത്തിരുത്തിയിട്ട് അവർക്കൂടെ ഭക്ഷണം ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കണം. ചിലപ്പോ 1-2 ആഴ്ചയ്ക്ക് ഒന്ന് സൂക്ഷിക്കണം. കാരണം ദേഷ്യം മൊത്തം കാണും. വെച്ചു കൊടുക്കുമ്പോ കയ്യിൽ കടിക്കും ചിലപ്പോ. അത് സൂക്ഷിക്കണം. ചിലർക്ക് അമ്മായി അമ്മയോട് വലിയ സ്നേഹമാണ്. അമ്മായി അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, എന്റെ ഭർത്താവിന്റെ ഉമ്മയല്ല, എന്റെ ഉമ്മയാണ് എന്ന ഒരു ചിന്തയോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മാക്ക് നീ ഒന്ന് ഭക്ഷണം വെച്ചു കൊടുക്കുവായില്. അതിന് സ്വതക്കയുടെ കൂലിയല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ ഈ സന്തോഷത്തോടെ നമ്മുടെ ആ ഒരു വീട് അൽഹംദുലില്ലാ റാഹത്താകും. ഇത് നാല് തട്ടിക്കിടന്ന് ഭക്ഷണം കഴിക്കാൻ എന്തുണ്ടാക്കി എന്ത് കഴിച്ചു അതൊന്നും അറിയില്ല. നമ്മൾ പ്രത്യേകിച്ച് ഭർത്താക്കന്മാര് മണ്ടന്മാരാണ്. എന്താണെന്നറിയോ? ഭാര്യയുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഹോട്ടലിൽ നിന്ന് ഒരു പൊതി വാങ്ങിക്കൊണ്ട് കൊടുക്കും. എന്റെ പൊന്നുമോള് തീയുടെ അടുത്ത് നിന്നിട്ട് ഈ തീയൊക്കെ അടിച്ചിട്ട് എന്റെ പൊന്നുമോള് കറുത്തു പോണ്ട, അതുകൊണ്ട് ഞാൻ എന്തായാലും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്താൽ സഫീർ മൗലവി ഭാര്യയുടെ സ്നേഹം കുറയുള്ളൂ, കൂടൂല. ഭാര്യയുടെ സ്നേഹം കൂടണമെങ്കിൽ അവൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാര്യ എപ്പോഴും ഓർക്കണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ പറ്റൂല. അവിടെ നാളെ വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മുടെ ഭാര്യ സ്വന്തമായിട്ടുണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിക്കണം. എന്താ കാര്യം? മീൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങുമ്പോ ഭാര്യ ചിന്തിക്കും, എന്റെ ഇക്കാക്ക് ഇഷ്ടം ചൂരയാണ്, വാളയല്ല. മീൻ വാങ്ങാൻ ഇറങ്ങിയപ്പോഴും നമ്മളെ ഓർക്കും. അത് കൊണ്ടുവന്ന് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് അത് വൃത്തിയാക്കുമ്പോഴേ ചിന്തിക്കും, എന്റെ ഇക്കാക്ക് പൊരിക്കുന്നതാണ് ഇഷ്ടം, കറി വെക്കുന്നതല്ല. അപ്പോഴും നമ്മളെ ഓർക്കും. അതിനുശേഷം അടുപ്പിൽ വെച്ച് അത് പാചകം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എന്റെ ഭർത്താവിന് ഇന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെയും നമ്മളെ ഓർക്കും. ചുരുക്കി പറഞ്ഞാലും മീൻ വാങ്ങുന്ന സമയം മുതൽ ഭക്ഷണം ഉണ്ടാക്കി തീൻമേശയിൽ എത്തുന്നത് വരെയും നമ്മുടെ ഭാര്യ നമ്മളെ പറ്റി ഓർക്കും. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്താലോ നമ്മൾ ഓർക്കുമോ? ഒരൊറ്റ സെക്കൻഡില് എന്തായാലും നിങ്ങൾ വാങ്ങി തന്നല്ലോ, അവള് തിന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ട് പാചകം ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂല് ഭക്ഷണം എങ്ങനെയാണ് പ്രവൃത്തി എന്ന് ചോദിച്ചപ്പോ നബിതങ്ങളെ പറ്റിയിട്ട് ആയിഷ ബി പറഞ്ഞു കൊടുത്തത് എന്താണ്? വീട്ടുവേലകൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ മദീന പള്ളികളിൽ ബാങ്ക് വിളിക്കുമ്പോൾ എന്റെ പ്രവാചകന് നമസ്കാരത്തിന് വേണ്ടി മദീന പള്ളികളിൽ പോകും. സമയം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് വീണ്ടും വീട്ടുജോലിയിൽ ഏർപ്പെടും. ഇതായിരുന്നു പ്രവാചകന്റെ ശൈലി. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ ഒരു സന്തോഷത്തോടെ നമ്മുടെ ഭവനമാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് 5ാമത്തെ കാര്യം. ഈ 4 കാര്യം ശ്രദ്ധിക്കാത്തവർ 5ാമത് പറയുന്ന കാര്യം ഒരുപക്ഷെ ചിലർ ചിന്തിക്കും. 5ാമത് പറയുന്ന കാര്യം ഒരുപക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടും. ഏതെന്നറിയോ? വീട് സന്തോഷത്തിന്റെ ഭവനമാകണമെങ്കിൽ 5ാമതായിട്ട് വേണ്ടത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ
കല്യാണം കഴിക്കേണ്ട ഭാര്യ എങ്ങനെയുള്ള ഭാര്യയെന്നറിയോ? ധാരാളം സ്നേഹം വരുന്ന, ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണാകട്ടെ. ഒരു വീട് സന്തോഷത്തിന്റെ ഭവനമാകണോ, സന്തുഷ്ട ഭവനമാകണോ? അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത്, ആ വീട്ടിൽ നല്ല മക്കൾ വരട്ടെ, ഒരുപാട് മക്കൾ വരട്ടെ, ഒരുപാട് മക്കൾ വരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അങ്ങനെ സന്താനങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വീട് ആനന്ദത്തിന്റെ വീടാകുമെന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് വരുമ്പോ ഞാൻ എന്റെ സമുദായത്തിന്റെ ആധിക്യത്തെ കണ്ടുകൊണ്ട് അഭിമാനം കൊള്ളുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോ, എന്റെ സഹോദരങ്ങള് ഒരുപാട് സന്താനങ്ങൾ വരട്ടെ. ഇന്ന് പൊന്നുമക്കളെ ജീവനോട് പൊന്നുമക്കളെ ഗർഭാശയത്തിന്റെ ഉള്ളറകളിൽ വെച്ച് അബോർഷൻ ചെയ്ത് കളയുന്ന മുസ്ലിം പെണ്ണ് റസൂലുള്ളാഹി കടന്നു വരുന്ന കാലഘട്ടമുണ്ടല്ലോ, ഒഴിച്ചു മൂടപ്പെട്ടിരുന്ന കാലഘട്ടമാ. ഒരു പെൺകുഞ്ഞാണ് പിറക്കുന്നതെന്നറിയോ, അതിന്റെ ലിംഗനിർണയം നടത്തിയിട്ട് ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ് അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നപ്പോ ആ സഹോദരങ്ങളുടെ കൈ പിടിച്ചിട്ടരുത്, അവൾ ഉമ്മയാണ്, പെങ്ങളാണ്, ഭാര്യയാണ്, മകളാണെന്ന് പറഞ്ഞു. പെണ്ണിന്റെ ഭഗത്തും ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തെങ്കിലോ 6-ാം നൂറ്റാണ്ടിന്റെ അവസ്ഥയൊക്കെ എപ്പോഴോ വേദനാജനകമായ അവസ്ഥയാകുന്നുള്ളത്. എന്തുകൊണ്ടെന്നറിയോ? പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാകുമ്പോ മക്കൾ വേണ്ട എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ പിറക്കാൻ പോകുന്ന പെൺകുഞ്ഞാണെന്ന് ഏതെങ്കിലും ഒരവസ്ഥയിലെ സ്കാനിങ്ങിലൂടെ ലിംഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ അബോർഷൻ ചെയ്ത് കളയുന്ന മുസ്ലിം പെണ്ണ് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ആശുപത്രിയിൽ പോയി സൂപ്പർ സ്പെഷ്യാലിറ്റികളിൽ പോയിട്ട് നിന്റെ വയറ്റിനകത്ത് കിടക്കുന്ന പാവപ്പെട്ട പെണ്ണുമോളെ കൊന്നുകളയുന്ന ഈ കാലഘട്ടത്തിലെ മുസ്ലിം പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ഞാൻ ചോദിക്കുകയാണ്, പൊന്നുമോനെ നാളെ പരലോകത്തിരിച്ചാൽ മുകളിൽ കത്തിച്ചെളിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തര താപം കൊണ്ട് പറക്കുമ്പോ മനുഷ്യരാവനസഭയിൽ എല്ലാവരും ഒരുമിച്ച് ഓടുമ്പോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, അവിടെ വന്നിട്ട് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളെ ചോദിക്കുകയാണ്, വൈദൽ മൗഊദത്ത് സുല്ലത്ത് അയ്യദമ്പിനെ കുത്തില, അല്ലാഹുവേ ഏത് തെറ്റിന്റെ പേരിലാ, എന്തിന്റെ പേരിലാണ് ഞങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടതെന്നോ? കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീകൾ വന്നിട്ട് ചോദിക്കുമ്പോ എന്ത് മറുപടിയാണ് പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയുക? തറവാടിന് നാണക്കേടെന്ന് പറഞ്ഞിട്ട്, മാനക്കേടെന്ന് പറഞ്ഞിട്ട് ജീവനോട് കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തേക്കാ മോശമായ ഈ കാലഘട്ടത്തിലെ പാവപ്പെട്ട പെങ്ങള് നിന്നോടല്ല ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിന്റെ പൊന്നുമോളെ കൊന്നുകളഞ്ഞതോ? എന്തിനു വേണ്ടിയിട്ടാണ് പൊന്നുമോളെ കൊന്നുകളഞ്ഞതോ? ലോകത്തിന്റെ നാനാ ഭാഗങ്ങളില് ആയിരക്കണക്കായ ദമ്പതിമാരൊരു കുഞ്ഞിക്കാല് കാണാ കൊടിച്ചുകൊണ്ട് വളരെ വേദനയോടെ ഇന്ന് ദ്വാരപ്പിക്കുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹു സന്താനങ്ങളെ തരുമ്പോ അത് കുന്നുകളയുന്ന എന്റെ പ്രിയപ്പെട്ട കുടുംബമേ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അരുതരുതേ, പാടില്ല. അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിര്, ഏറ്റവും വലിയ പാപത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. സഹാബത്ത് പറഞ്ഞു, ബാലു ഖാലു ബലായ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും നബിയെ, പറഞ്ഞു തന്നാലും. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞിരുന്നെന്നറിയോ, അന്തഖുതുല വലദക ഖശിയതൻ യുതഇമ മഅക, നിന്നോടൊപ്പം ഭക്ഷണം കൊടുക്കുമെന്ന് പേടിച്ചുകൊണ്ടോ, നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടോ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊന്നുകളയലായി. മക്കളെ കൊന്നുകളയലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ അപരാധം. അതാണ് ഇന്ന് എത്രയോ സ്ഥലങ്ങളിലാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, മക്കളിൽ അള്ളാന്റെ തൗഫീഖ്, റബ്ബിന്റെ പടച്ചോന്റെ സൗഭാഗ്യം ഉണ്ടെങ്കിൽ മക്കളെ കിട്ടൂ. എത്രയോ പേരാണ് ഇന്ന് എന്നോടൊരു സഹോദരൻ, ഒരു കൊച്ചുകുട്ടി വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ഒരു കുഞ്ഞു പെങ്ങളെ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അദ്ദേഹത്തിന് 3 ആമക്കളാണ്. അള്ളാഹു താല ആഗ്രഹം പോലെ അള്ളാഹു കൊടുക്കട്ടെ. എത്ര ദ്വാരന്നാലും റബ്ബ് തീരുമാനിച്ചാലേ. ഒരു വിഷയത്തിൽ നൗഷാദ് ബാക്കവിനോട് അസൂയ, ഒരു വിഷയത്തിൽ. കബീർ ബാക്കവിക്ക് 2 ആണും 1 പെണ്ണുമാണ്. നൗഷാദ് ബാക്കവി എത്ര ദുആ ചെയ്തിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദുആ എന്നിട്ടും 4ാമത് പ്രസവിച്ചത് ആൺകുട്ടിയാണ്. പക്ഷേ എന്നോട് പറഞ്ഞു, നിന്നോട് എനിക്ക് വലിയ അസൂയാണ്, കാരണം അല്ല എനിക്കെന്ന് 2ഉം പെണ്ണാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര കൊതിച്ചാലും എത്ര സബീർ സനത്തരായി എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ മഹത്തായ വേറെ എന്ത് സമരം ചെയ്ത് നേടാം, പക്ഷേ മക്കളെ കിട്ടുന്ന അവന് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും. ഖുർആനിൽ പറഞ്ഞു, യഹബുലിമൻ യശാഉ നാസ, ചിലർക്ക് അള്ളാഹു പെൺമക്കളെ കൊടുക്കും, ചിലർക്ക് അള്ളാഹു തആല ആൺമക്കളെ കൊടുക്കും, ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും കൊടുക്കും. 4ാമതൊരു വിഭാഗം അള്ളാഹു പറഞ്ഞു, വയജഅലു മൻ യശാഉ അഖീമ, ചിലരെ അള്ളാഹു പ്രസവിക്കാത്തവരാക്കി മാറ്റിക്കളയും.
ഇനി എത്ര മരുന്ന് കഴിച്ചാലും രക്ഷയില്ല. ഒരു ദുആ ഉണ്ട്, റബ്ബിലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. ആ ദുആ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തോളി. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ദുആരക്കാൻ പറയുന്നതിൽ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ പറയുന്നവർ അധികമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഈ സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര്, അള്ള തന്ന മക്കളെ വേണ്ട എന്ന് വെച്ച് ജീവനോടെ വയറ്റിനകത്ത് വെച്ച് അല്ലാഹു തആല നമുക്ക് തന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സ് വരിക? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. മക്കൾ ഒരുപാട് വരട്ടെ. നമ്മുടെ വീട് സന്തോഷത്തിന്റെ. എന്റെ ഒരു സുഹൃത്തിന്റെ വാപ്പാക്ക് 10 മക്കളാണ്, അല്ലേ മഷൂദ് വാക്ക്? 10 മക്കളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ എല്ലാവർക്കും. എന്റെ പ്രിയ നല്ല ആ ഒരു സന്തോഷം, ആ വീട്ടിലെ ഒരു സന്തോഷം എന്റെ പ്രിയമുള്ളവരെ, എത്ര റാഹത്താണ് മക്കൾ വീട്ടുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, വീട് സന്തുഷ്ട ഭവനമാകണമെങ്കിലും മക്കൾ ഒരുപാട് വേണം. അള്ളാന്റെ റസൂലിന് എത്ര മക്കളാണ്? മമ്മൂട്ടിക്ക് എത്ര മക്കളുണ്ട്? അതെ, അത് നബിതങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾ زينب رقيا فاطمة يا فاهم وأم كلثوم وعبد الله من خديجة الكبرى بترتيب زكن أتاه إبراهيم من سريها وأمه مارية القبطية. റസൂലുള്ളാഹി എത്ര മക്കളെയാ പടച്ചോൻ കൊടുത്തതെന്നറിയോ? റസൂലുള്ളാഹി 7 മക്കളെ പടച്ചതമ്പുരാൻ കൊടുത്തു. 7 മക്കളെ അല്ലാഹു സമ്മാനിച്ചില്ലേ? 4 പെൺമക്കളും 3 ആൺമക്കളും അല്ലാഹു സമ്മാനിച്ചു. എന്റെ സഹോദരങ്ങള്, അതുകൊണ്ട് 5ാമതായിട്ട് നമ്മുടെ ഭവന സന്തുഷ്ട ഭവനമായി മാറാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ധാരാളം മക്കൾ വരട്ടെ, ധാരാളം മക്കൾ വരട്ടെ. കൃഷ്ണയ്യർ പറഞ്ഞു, 2 മക്കളിൽ കൂടുതൽ ഉണ്ടായാൽ 10,000 രൂപ പിഴയും അടയ്ക്കണം, 6 മാസം പൂജപ്പുര കിടക്കേണ്ടി വരും. കൃഷ്ണയ്യർക്ക് പറയാൻ പ്രായം ഒരുപാട് കഴിഞ്ഞു, ചെറുപ്പക്കാരെ സമ്മതിക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ധാരാളം മക്കൾ വരട്ടെ, ധാരാളം മക്കൾ വരട്ടെ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്? നാളെ ഞാൻ എന്റെ സമുദായത്തിന്റെ ആധിക്യത്തെ കണ്ടുകൊണ്ട് ഞാൻ അഭിമാനം കൊള്ളുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ ആധിക്യം കണ്ടുകൊണ്ട് അഭിമാനം കൊള്ളുമെന്നാണ്. അതുകൊണ്ട് ധാരാളം മക്കൾ വരട്ടെ. 6ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചുരുക്കി ഞാൻ പറയാൻ, 6ാമതായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഈ സദസ്സിലെ വിഷയം വിജയം വരിച്ച വിശ്വാസികളാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ വിശുദ്ധ ഖുർആനിൽ വിജയിച്ചവര് വിശ്വാസികൾ തന്നെയാണ്, സംശയമില്ല. പക്ഷെ അവര് വിജയിച്ചു എന്ന തലക്കെട്ടില് 6 വിഭാഗത്തെ അല്ലാഹു ഖുർആനിൽ എണ്ണി പറഞ്ഞു ഒരു അധ്യായത്തിന്റെ തുടക്കത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 6 വിഭാഗം ആരാണ്? ഇൻഷാ അല്ലാഹ് നാളെ നമുക്കത് മനസ്സിലാക്കണം. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒത്തിരി സമ്മേളനങ്ങളും കാര്യങ്ങളും പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടു. അൽഹംദുലില്ലാഹ്, നമ്മൾ വളരെ വൈകിയാണ് പരിപാടി തുടങ്ങിയത്. നാളെ എത്ര മണിക്കാണ്? 7:30 മണിക്ക് ഇൻഷാ അല്ലാഹ്, കൃത്യം 7:30 മണിക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് വിജയം വരിച്ച വിശ്വാസികൾ എന്ന വിഷയം ഇൻഷാ അല്ലാഹ് ഇവിടെ നാളെ 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ആദ്യം പറഞ്ഞുകൊണ്ട് 6 വിഭാഗത്തെ നമ്മൾ എണ്ണി പറയും. അള്ളാന്റെ ഖുർആൻ വിജയിച്ചവരാണ് എന്ന് പറഞ്ഞ 6 വിഭാഗം നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നാളെ ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് അള്ളാഹു ഈ 6 വിഭാഗത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനം, ഖുർആൻ പറഞ്ഞൊരു സമ്മാനം ഇൻഷാ അല്ലാഹ്, അത് നമുക്ക് നാളെ പറയണം. ഒപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഇൻഷാ അല്ലാഹ് വരുമ്പോൾ നമ്മുടെ ഈ KMYF-ന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ അൽഹംദുലില്ലാഹ് 3 പെൺകുട്ടികളുടെ നിക്കാഹിന് വേണ്ട, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ബോധ്യമായതാണ്, പകൽ പോലെ വെളിച്ചമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് കേരള മുസ്ലിം യുവജന ഫെഡറേഷന്റെ പ്രവർത്തകര് അഭിമാനത്തോടെ പല വേദികളിലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയും, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ യുവാക്കളുടെ പ്രസ്ഥാനമാണ് KMYF. KMYF എന്ന് പറഞ്ഞാൽ ഒരു പെറ്റി കേസ് പോലും ഇന്ന് വരെ KMYF-ന്റെ പ്രവർത്തകരുടെ മേൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ പെറ്റി. കാരണം ഇത് അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ട ബഹുമാനനായ റയീസുൽ ഉലമായും ശിഹാബുദ്ദീൻ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ നേതൃത്വം കൊടുത്ത ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ യുവജന പ്രസ്ഥാനമാണ്. ധൈര്യമായിട്ട് നമ്മുടെ മക്കളെ ഇതിൽ അംഗത്വം എടുപ്പിക്കാം, ഒരു പ്രശ്നമില്ല. ഒരു ചെറിയ പെറ്റി കേസ് പോലെ, ഏതെങ്കിലും പീഡന കേസിൽ KMYF-ന്റെ പ്രവർത്തകനെ പെട്ടുപോയാൽ തന്നെ പോലീസ് പറയും നീ ഏത് സംഘടനയിൽപ്പെട്ടതാണ്. KMYF എന്ന് പറഞ്ഞാൽ
പറയുന്നത് എനിക്ക് തോന്നിയതാ, നീ ഒന്നും ചെയ്ത് കാണൂല, പൊക്കോളം പറഞ്ഞ് തിരിച്ചുവിടും. ആ ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സിതാരയിൽ അടുത്ത മാസം അൽഹംദുലില്ലാ 4 പെൺകുട്ടികളെ കെട്ടിക്കാൻ, 4-5 പെൺകുട്ടികളെ കെട്ടിക്കാൻ വർഷം തോറും അവിടെ സാധു പെൺകുട്ടികളെ, പണ്ടൊക്കെയാണ് വാഴ വെച്ചിട്ട് ടൈലൊട്ടിക്കുക, ബാത്റൂമിന് ക്ലോസറ്റ് വെക്കുക, മിനാരത്തിന് പെയിന്റ് അടിക്കുക, മെഹ്റാബിന് വലിപ്പം കൂട്ടുക. ഇപ്പൊ അതൊക്കെ അൽഹംദുലില്ലാ മാറിയിട്ട് അതൊക്കെ പള്ളിക്കകത്തുള്ളവരിൽ നിന്ന് കളക്ഷൻ എടുത്ത് നടത്തിയിട്ട് ഇന്ന് വാഴ വെക്കുന്നത് നല്ല ഒരു മാറ്റം നാട്ടിലുണ്ടാകണം. ഒപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലുള്ള ജനകീയ പ്രവർത്തനങ്ങളാണ് എന്തുകൊണ്ടും അൽഹംദുലില്ലാ മാതൃകയായ നമ്മുടെ KMYF-ന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികളായ നമ്മുടെ ഇതിന്റെ പ്രവർത്തകർ അൽഹംദുലില്ലാ. ഇനി 4 ദിവസം നമ്മുടെ പരിപാടിയുണ്ട് ഇൻഷാ അല്ലാ. ഈ സാഹചര്യത്തിൽ നാളെ വരുമ്പോൾ ഇൻഷാ അല്ലാ എത്ര 3 കുട്ടികൾ എത്ര പവനാ കൊടുക്കുന്നു? 15 പവൻ. 15 പവൻ, വേറെ ഒന്നും ഇൻഷാ അല്ലാ നാളെ വേണ്ട. 15 പവൻ നിങ്ങൾ എല്ലാവരും നാളെ ഇൻഷാ അല്ലാ ഇവിടെ തരണം. 3 കുട്ടി സ്വർണ്ണായില്ലല്ലോ, ആയോ കടം? 15 പവന് വേണ്ടിയിട്ടുള്ള 15 പവൻ സ്വർണം ഇൻഷാ അല്ലാ നാളത്തെ ഒരു സദസ്സ് കൊണ്ട് നമുക്ക് കിട്ടണം. 1 പവന് ഇൻഷാ അല്ലാ 1 പവൻ കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ, അരപ്പവന്റെ പൈസ കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ, ഇൻഷാ അല്ലാ കൊടുക്കുന്നവർ നല്ല മനസ്സോടെ ഇഖ്ലാസോടെ കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നവരും കല്യാണത്തിന് പങ്കെടുക്കുന്നവരും അതുപോലെ കല്യാണം കണ്ടിട്ടുള്ളവരൊക്കെ അല്ലേ പ്രിയപ്പെട്ടവരെ, ചലിക്കുന്ന ജുവല്ലറി ആയിട്ട് പാവപ്പെട്ട സഹോദരിമാര് പുര നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മക്കള്, സമുദായത്തിന്റെ പണക്കാരുടെ മക്കളെ ചലിക്കുന്ന ജുവല്ലറി ആയിട്ട് കെട്ടിച്ചു വിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ട സഹോദരിമാർ ഇന്ന് കണ്ണീരും കയ്യുമായി കഴിയുന്നുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ വളരെ വേദനയോടെ നമ്മൾ പറയാൻ, പ്രത്യേകിച്ച് പള്ളിയിൽ പിന്നെ ഇമാമത്ത് ജോലിയുള്ള വെള്ളിയാഴ്ചകളിൽ ബന്ധപ്പെടുന്ന ഇമാമിയങ്ങൾക്ക് ഇത് കാണാൻ വിധിക്കപ്പെട്ടവരാണ്. വെള്ളിയാഴ്ച ജുമയ്ക്ക് തയ്യാറാകുമ്പോൾ പുറത്തു വന്ന് കതകിന് മുട്ടാൻ നോക്കുമ്പോ പാവപ്പെട്ട സഹോദരി കെട്ടിക്കാൻ പ്രായമായ മകളെയും കൊണ്ട് പുറത്ത് നിൽക്കാൻ പറയുന്നു, ഉസ്താദെ പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പള്ളി കമ്മിറ്റിക്കാർ, ഞാൻ ആരെയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, പള്ളിയുടെ ലെറ്റർ പേഡ് വലിച്ചു കയറിയിട്ട് ഈ വരുന്നവള് തെണ്ടാൻ വിധിക്കപ്പെട്ടവളാണ്, തെണ്ടിയാണ്, അർഹതയുള്ളവളാണ്, കൊടുക്കണമെന്ന് പറഞ്ഞ് തെണ്ടാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുമ്പോഴും ആ നാട്ടിലെ പണക്കാരുടെ പൊന്നുമക്കളെ ചലിക്കുന്ന ജുവല്ലറിയാകിട്ട് കിലോകണക്കിന് സ്വർണ്ണമിട്ടുകൊണ്ട് കെട്ടിച്ചയക്കുമ്പോഴും പാവപ്പെട്ട ആ നാട്ടിലെ പാവപ്പെട്ട സഹോദരിമാര് കല്യാണ പ്രായമെത്തിയിട്ട് അവർക്ക് വിവാഹ പ്രായമെത്തിയിട്ട് കല്യാണം കഴിക്കപ്പെടാൻ കഴിയാതെ കഴിയുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, KMYF എടുത്ത ഉത്തരവാദിത്വം അൽഹംദുലില്ലാ 3 യുവതികളെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന ഈ സംരംഭത്തിന് 15 പവൻ നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ സഹോദരിമാരെ, നമുക്ക് നമ്മുടെ വാപ്പായുമായൊക്കെ ധാരാളം തന്ന് കല്യാണം കഴിപ്പിച്ചവരാണ്. അതുപോലെ നമ്മളും ഒരുപാട് കൊടുത്ത് നമ്മുടെ മക്കളെ കെട്ടിച്ചയച്ചവരാണ്. നമ്മുടെ മക്കളുടെ ജീവനം സന്തോഷമാകാൻ കഴിയുന്നവർ ഇൻഷാ അല്ലാ നാളെ 15 പവൻ ഇൻഷാ അല്ലാ നാളത്തെ ഒരു ദിവസം എന്റെ സഹോദരിമാര് സഹോദരങ്ങൾ തരണം. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ബക്കറ്റുമായിട്ട് ഇതിന്റെ ബന്ധപ്പെട്ടവര് ബക്കറ്റുമായി ഇൻഷാ അല്ലാ നിങ്ങളെ സമീപിക്കും. ആ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാ 100-ൽ കുറയാത്തൊരു സംഭാവന, അതിൽ ആരും കുറച്ച് കളയരുത്, ബക്കറ്റും കൊണ്ട് 100-ൽ കുറയാത്തൊരു സംഭാവന ഇൻഷാ അല്ലാ എല്ലാവരും